നമസ്കാരം 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 വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. എന്താ പറയാ, വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരു വ്യക്തി എന്ന് തന്നെ പറയാം. ഞാൻ ഇദ്ദേഹത്തിനെ ഒരു റിയാലിറ്റി ഷോയ്ക്ക് പോകുന്നതിന് തൊട്ട് മുന്നെയാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് ഇന്റർവ്യൂ ചെയ്തത്. ആൻഡ് ഇന്ന് വലിയൊരു റിയാലിറ്റി ഷോയ്ക്ക് ഫേസ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവരുടെ സ്വന്തം അഖിൽ മാരാർ. നമസ്കാരം ചേട്ടാ. ശരിയാ, ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഒരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. അതെ. അപ്പൊ സക്സസ് ആയി. അത് സക്സസ് ഓ, ആക്കി. അപ്പൊ ദേ ഇനി മത്സരത്തിലേക്ക് യഥാർത്ഥ അല്ലേ, യഥാർത്ഥ റിയാലിറ്റി ഷോ റിയാലിറ്റി ഷോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് തന്നായി. ജനവിധി നേടിയാണ്. അതെ, രണ്ടും ഞാൻ ജനവിധി. ലാലേട്ടന് മത്സരിക്കാൻ പോകുന്നു പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ലാലേട്ട ഒരിക്കൽ കൂടി ആ, ഹോസ്റ്റ് ചെയ്യാൻ ലാലേട്ടൻ ഇല്ലാത്ത ഒരു ഷോയിലേക്ക് പോവുകയാണ്. അതെ. ആശംസയൊക്കെ ഇട്ട് പ്രാർത്ഥനയൊക്കെ ഉണ്ടാവുന്നു. അതെ. ഓക്കെ, ഈ ബിഗ് ബോസ് ഞാൻ തുടക്കം ഇട്ടോണ്ട് ഞാൻ ചോദിക്കാണ്. ചേട്ടൻ പറഞ്ഞിരുന്നു ബിഗ് ബോസ് 100 ദിവസം കണ്ട വ്യക്തികളെ എനിക്ക് വോട്ട് ചെയ്യും. എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ 100 ദിവസം കണ്ട വ്യക്തിയാണ്. എനിക്ക് ചേട്ടൻ ബിഗ് ബോസിൽ കയറുന്നതിന് തൊട്ട് മുന്നേ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ലാത്ത ഒരു ക്യാരക്ടർ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ വരുന്നു, ലൈവ് ഇടുന്നു, എന്തൊക്കെയാണ്. പക്ഷെ ബിഗ് ബോസ് 100 ദിവസം കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ കൊള്ള ആള്. എന്ന് വെച്ചാൽ വാക്കാണ് പവർഫുൾ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയേക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ബിഗ് ബോസ് 100 ദിവസം കണ്ടവര് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു വോട്ട് ചെയ്യുമെന്ന് ഇത്ര കോൺഫിഡൻസിൽ പറയാൻ കാരണം? ഇപ്പം ഹന്ന പറഞ്ഞ പോലെ വാക്ക് പവർഫുൾ ആവുന്നത് ആ വാക്കിന് സത്യം ഉണ്ടായതുകൊണ്ടാണ്. ഓക്കെ. ഇപ്പൊ നമ്മള് ഇപ്പൊ ഇതേ വാക്ക് തന്നെ കള്ളത്തരമാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ നമ്മളെ തെറി വിളിക്കും. ഉള്ളിൽ തട്ടിയും ആത്മാർത്ഥമായിട്ട് പറയുന്ന വാക്കുകളായതുകൊണ്ടാണ് ഈ വാക്കുകൾക്ക് സ്വീകാര്യത ലഭിക്കുന്നത്. ഇനി രണ്ടാമെന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഞാൻ ഈ ചാനലിൽ ആരോ ചോദിച്ചപ്പോഴത്തേക്ക് മറ്റൊരു രീതി പറഞ്ഞതിനെ അവര് ഈ കാർഡ് അടിച്ചിറക്കിയതും കുറച്ചുപേര് ട്രോളാൻ വേണ്ടി ഉപയോഗിച്ചൊരു സാധനമാണ് ഈ ബിഗ് ബോസ് കണ്ടവർ നമുക്ക് വോട്ട് ചെയ്യുന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഈ ഇപ്പം ഇപ്പൊ എന്താണ് നമ്മൾ ചിലർ ചോദിക്കും, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഗുണം ചെയ്യുമോ, ഈ പോപ്പുലാരിറ്റി ഗുണം ചെയ്യുമോ? അപ്പൊ ഞാൻ പറഞ്ഞതാണ്, പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ബിഗ് ബോസ് ഒക്കെ ഗുണം ചെയ്യുന്നത് ഇവൻ ആരാണ് എന്ന് ഒരു ചോദ്യം സ്ഥാനാർത്ഥി ഏതൊരു മണ്ഡലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പലരും ഇതാരാണ് ഈ കക്ഷി നമുക്ക് അറിയത്തില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. കാരണം ഒരുപാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ ആർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പൊ ഇയാൾ ആരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് എനിക്ക് ഗുണം ചെയ്യും. കണ്ട പ്രേക്ഷകർക്ക് എന്താണ് അഖിൽ എവിടെയാണ് അഖിൽ വെള്ളം വെച്ചിട്ടുള്ളത്, അഖിൽ എവിടെയാണ് ചൂടായിട്ടുള്ളത്, സത്യത്തിനൊപ്പം നിന്നാണോ സംസാരിച്ചിട്ടുള്ളത്, അയാളുടെ ഒപ്പമുള്ള ആൾക്കാരെ അയാൾ സംരക്ഷിച്ചിട്ടുണ്ടോ? ഇപ്പം ബിഗ് ബോസിൽ എൻ്റെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദ്രയുമായിട്ടുള്ള ഒരു കട്ട ടാസ്ക് ആണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ഒന്ന്, എന്നെ ആദ്യത്തെ ആഴ്ച തന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരു ഭയങ്കര ഹേറ്റ് ക്യാമ്പയിൻ എനിക്കെതിരെ നടക്കുന്ന സമയത്താണ് ഞാൻ ബിഗ് ബോസിൽ കയറി പോകുന്നത്. പ്രത്യേകിച്ച് റോബിനൊക്കെ എതിരെ പറഞ്ഞതിന്റെ പ്രശ്നങ്ങൾ, ബിഗ് ബോസ് ഫാൻസ് ബിഗ് ബോസിൽ പോവില്ല എന്ന് പറഞ്ഞ ആൾ വന്നു എന്നുള്ള പ്രശ്നം, അങ്ങനെ ഒരു വലിയ നെഗറ്റീവ് മാത്രം പുറത്ത് നിൽക്കുമ്പോൾ ബിഗ് ബോസിൽ റെനീഷ നേരെ എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇയാളെ ഇവിടുന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ ഒരു സാധനം ഇടുന്നു. അങ്ങനെ ഒരു ടാസ്ക് വരികയും ഈ ടാസ്കിൽ ജയിച്ചെങ്കിൽ മാത്രമേ അവിടെ നിൽക്കാൻ പറ്റൂ. കാരണം ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടില്ല. എൻ്റെ ധാരണ ഒക്കെ ഇത് പുറത്തായാൽ ഞാൻ പുറത്താവുന്നതാണ്. അപ്പം നാദ്രയും ഞാനുമാണ് ടീം. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും അങ്ങോട്ട്, കാരണം ഇത് തമ്മിലടിക്കേണ്ട ടാസ്ക്കാണ്. അപ്പം ഏറ്റവും കൂടുതൽ കട്ട പറക്കി വെക്കുന്ന ആൾ സർവൈവ് ചെയ്യും. എൻ്റെ ടീമിൽ നിൽക്കുന്ന നാദ്രയാണ്. എന്നെ പുറത്താക്കാൻ വേണ്ടി പുറത്ത് വോട്ട് ചെയ്യാൻ ഒരു വിഭാഗം ആൾക്കാർ നിൽക്കുന്നു, ഹൗസിലുള്ളവർ എന്നെ പുറത്താക്കാൻ നിൽക്കുന്നു. ആ സാഹചര്യത്തിൽ ഞാൻ നാദ്രയുമായി ചേർന്ന് എൻ്റെ ആദ്യ ടാസ്ക് ചെയ്യുമ്പോൾ ഞാൻ നാദ്രയോട് പറയുന്നത് നീ ജയിച്ചോളാനാണ്. ഇവിടെ നമ്മൾ ടീം ജയിച്ചാൽ മതി, ഞാൻ ജയിക്കുന്നത് നോക്കണ്ട. എന്തെങ്കിലും കാരണവശാൽ എൻ്റെ കട്ടയ്ക്ക് എണ്ണം കൂടിക്കഴിഞ്ഞാൽ ആ കട്ട മാറ്റി നിന്റെ കട്ട തോനെ വെച്ചോളൂ എന്ന് പറഞ്ഞ്, പക്ഷെ നമ്മുടെ ഐക്യം നമ്മൾ വിടരുത്. ഞാനും നീയുമാണ് ടീം. നമ്മളെ ടീം ജയിക്കണമെങ്കിൽ തോറ്റു തരാൻ ഞാൻ തയ്യാറാണ്, ഞാൻ പുറത്താവുന്നേ പുറത്തായിക്കോട്ടെ എന്ന് പറഞ്ഞ് സ്വയം തോൽക്കാൻ തയ്യാറായി ആ ടാസ്ക് മത്സരിച്ച് ടീം എന്ന നിലയിൽ വിജയിച്ച്, പിന്നീട് വിജയിച്ച ആൾക്ക് ക്യാപ്റ്റൻസിയിലേക്ക് അവസരം ലഭിച്ചപ്പോൾ നോമിനേഷൻ ഫ്രീ ആവാൻ വേണ്ടി കളിച്ച് അവിടെ കഴിവുകൊണ്ട്, മറ്റേത് മനസ്സും ക്വാളിറ്റിയും വെച്ച് ഞാൻ നാദ്രയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചെങ്കിൽ ഇപ്പുറത്ത് ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കഴിവ് യൂട്ടിലൈസ് ചെയ്തു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ആഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ട ഒരു ജനത്തിന് അഖിൽമാരാരുടെ സ്വഭാവം അറിയാം. ഇപ്പം കൂടെ നിൽക്കുന്ന ഒരാൾക്ക്, ഇപ്പോൾ ഷിജു ചേട്ടന് വോട്ട് കൊടുക്കണമെന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഷിജു ചേട്ടൻ എൻ്റെ കൂടെ നിന്നതിൻ്റെ പേരിൽ പുറത്ത് അയാളെ ആരും കുറ്റപ്പെടുത്താൻ പാടില്ല. അപ്പോൾ എന്നെ നിങ്ങൾ പുറത്താക്കിക്കോ, പക്ഷേ അയാൾക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കണ്ട ജനതയ്ക്ക് അഖിലിൻ്റെ സ്വഭാവം അറിയാം. ശരികൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള ഒരു അഖിലിനെ അറിയാം. അറ്റാക്ക് ചെയ്ത് സംസാരിച്ചപ്പോൾ ഫയറോട് കൂടി നിന്നവനെ അറിയാം, വീഴാതെ പിടിച്ചു നിന്നവനെ അറിയാം, പോരാടി ജയിച്ചവനെ അറിയാം. അതൊക്കെ ബിഗ് ബോസ് ഷോയുടെ ഇടയിൽ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. ഇന്ന് സമൂഹത്തിലേക്ക് വരുമ്പം സമൂഹത്തിന് ഞാൻ പ്രയോജനപ്പെടുന്ന ഒരുത്തനാണോ എന്ന് നോക്കാൻ എൻ്റെ കഴിഞ്ഞ 10-15 വർഷത്തെ എൻ്റെ ജീവിതം മാത്രം നോക്കിയാൽ മതി. കേവലം ബിഗ് ബോസ് വെച്ചിട്ട് ദയവ് ചെയ്ത് ആരും എന്നെ വിലയിരുത്താൻ നിൽക്കരുത്. ഒരു 2013 മുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി നിരവധി കേസുകളിൽ പെട്ട് നാടിന് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിലുണ്ടായ കേസുകൾ, അല്ലാതെ ആരുടെയും പോയി വഴക്കുണ്ടാക്കി ഉണ്ടായ കേസുകളല്ല. സർക്കാരിനെതിരെ പറഞ്ഞതിൻ്റെ കേസുകൾ, മുഖ്യമന്ത്രിക്കെതിരെ തുടർച്ചയായി 2 കേസുകൾ കേരളത്തിൽ എടുത്തിട്ടുള്ള ഒരാൾ, അത് ബിഗ് ബോസിന് ശേഷവും സംഭവിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. പിന്നെ പല ജനകീയ വിഷയങ്ങളും സ്ട്രോങ് ആയിട്ട് സംസാരിച്ച ഒരാൾ, നിരവധി ചാനൽ ചർച്ചകളിൽ രാഷ്ട്രീയ നിരീക്ഷകനായി പങ്കെടുത്തിട്ടുള്ള ഒരാൾ, അങ്ങനെ ഒരു 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 നിയോജക മണ്ഡലത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ യോഗ്യതകളും
പൊളിറ്റിക്കലി ഒരു ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ മത്സരിച്ച് 1500 വോട്ട് ഒറ്റയ്ക്ക് നിന്ന് നേടിയ ഒരാൾ. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങളുണ്ട്. അതിൽ ബിഗ് ബോസ് എനിക്ക് ഒരു അവസരം, ബിഗ് ബോസിൽ ഒരു വിന്നർ ആയതുകൊണ്ടായിരിക്കാം ഒരു രാഷ്ട്രീയ പാർട്ടികൾ എന്നെ ശ്രദ്ധിക്കുന്നതും. അല്ലാതെ ഇതൊക്കെ ഉള്ളവർ തന്നെ ആരും പിടിച്ച് സീറ്റൊന്നും തരത്തില്ല. അപ്പം നിലപാടുകൾ, കാഴ്ചപ്പാടുകൾ, ചിന്തകൾ പങ്കുവെച്ച് ആണ് ഇവിടെ ഈ കാണുന്ന അഖിലേക്ക് എത്തിയത്. ഇപ്പൊ ഈ റീസെന്റ് ചേട്ടൻ കുറച്ച് ന്യൂസ് ആർട്ടിക്കിളില് ഞാൻ കുറച്ചധികം കമന്റ്സ് കണ്ടത് അഖിലിന്റെ ഒരു ശൈലി ഇതാന്ന് വെച്ചാൽ ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞു, അതുകൊണ്ട് ബിഗ് ബോസ് മത്സരിക്കണം. ഇപ്പൊ BJP നേരത്തെ ഇതിനു മുന്നേ കുറെ കുറ്റങ്ങളും ഇതും പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പൊ BJP മത്സരാർത്ഥിയായി നിൽക്കുന്നത്. അതിനോട് എന്താ പറയാനുള്ളത്? അതായത് നമ്മൾ ചില അഭിപ്രായങ്ങൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന അഭിപ്രായങ്ങളായിരിക്കും. അപ്പൊ ആ കണ്ടീഷൻ മാറിക്കഴിഞ്ഞാൽ, ഇപ്പം പുറത്ത് മഴയാണെങ്കിൽ നമുക്ക് ഒരു കുട എടുത്തുകൊണ്ട് ഇറങ്ങാൻ പറയുന്നത്, ഞാൻ പറയില്ലല്ലോ ഞാൻ കുടയും കൊണ്ടൊന്നും വെളിയിൽ പോവില്ല. ഇതിപ്പോ ഞാൻ പറയുന്നത്, ഇപ്പൊ എനിക്ക് ഈ വെയിലത്ത് എനിക്കിപ്പം കുട വേണ്ട, ഞാൻ നടന്നോളാം എന്ന് ഞാൻ പറയും. അത് ഈ പുറത്തെ കണ്ടീഷൻ എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കുട വേണ്ട എന്ന് പറയുന്നൊരു അതല്ലെങ്കിൽ അതുപോലെ നമ്മൾ രാവിലെ ഒരു ക്ഷേത്രത്തിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ ഇവിടെ അമ്പലത്തിൽ പോകാൻ വരുന്നോ, ഞാൻ പറഞ്ഞില്ല അമ്പലത്തിൽ പോകാൻ ഞാൻ വരുന്നില്ല, ഞാനിവിടെ അമ്പലത്തിൽ ഞാൻ വരുന്നില്ല എന്ന് പറയുന്നത്, ഞാൻ ഇന്നത്തെ ദിവസം രാവിലെ ചിലപ്പോൾ കുറച്ച് ഇറച്ചി കഴിച്ചു, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്ന ഒരു മൂഡിലല്ല ഞാൻ. അത് വൈകിട്ട് പോയി കഴിഞ്ഞാൽ ആരോടും പോയിട്ട് നിലപാട് മാറ്റിയൊന്നും ചോദിക്കാനൊന്നും പോകത്തില്ല. ഈ രാവിലെ അമ്പലത്തിൽ പോകുന്നതിന് നിലപാടും ഈ അഭിപ്രായങ്ങളും ഒക്കെ പലതിനും വ്യത്യാസമാണ്. ഇനി നിലപാടുകൾ തന്നെ സ്വീകരിക്കുന്ന സമയത്ത് അത് മറ്റുള്ള ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു അഭിപ്രായം കൊണ്ട് ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായോ ആ തീരുമാനം മാറ്റിയതുകൊണ്ട്. ഇപ്പം ബിഗ് ബോസ് ഞാൻ പോയാലും പോയില്ലെങ്കിൽ അത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അത് ഞാൻ പറഞ്ഞത് മറ്റൊരു കോണ്ടസ്റ്റിൽ, മറ്റൊരു പൊസിഷനിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടൊരു മാറ്റർ അവിടെ വരുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ പറയുന്നത് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ടാണോ എന്നൊരു ടോക്കായിരുന്നു വന്നത്. അപ്പം അതിനെ എനിക്ക് ബിഗ് ബോസ് ഷോ ഞാൻ കണ്ടിട്ടില്ല, താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് അതേ എന്നെ, നിനക്ക് ബിഗ് ബോസിൽ അവസരം ലഭിക്കാത്തതാണ്, എന്നെ ഇനി കയറിയാൽ നിന്നെ അങ്ങ് പുറത്താക്കി കളയും. അപ്പൊ അത് വാശി, വെല്ലുവിളികൾ വരുമ്പോൾ സമയത്ത് സ്വീകരിച്ചു കാണിച്ചു കൊടുത്തു. ഇപ്പൊ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ വരുമ്പം നിനക്കൊരു പാർട്ടിയും സീറ്റ് തരത്തില്ല, നിനക്ക് മത്സരിച്ചാൽ നിനക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ അത് മത്സരിക്കണമെന്ന ചിന്ത നമുക്ക് വരുന്നു. പിന്നെ BJP ആയാലും കോൺഗ്രസിനെ ആയാലും ഇടതുപക്ഷത്തെ ആയാലും വിമർശിച്ചിട്ടുള്ളത് ഒരു സ്വതന്ത്രൻ എന്ന നിലയിലാണ്, ഈ രാജ്യത്തെ വെറും ഒരു പൗരൻ എന്ന നിലയിലാണ്, അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരുന്നില്ലല്ലോ. ഞാനിപ്പോൾ പല ആൾക്കാരും ഞാൻ പാർട്ടി മാറി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഏത് പാർട്ടി മാറിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഏത് പാർട്ടി വിട്ടുപോയെന്ന് ഒരു പാർട്ടിയുടെ നേതാക്കന്മാർക്കും പറയാൻ പറ്റത്തില്ല. ഏത് പാർട്ടിയുടെ നേതാക്കന്മാർ പറയും? ഇപ്പം നിങ്ങൾ പോയി കോൺഗ്രസിന്റെ ഒരു നേതാവിനോട് ചോദിക്കും, അഖിൽ മാരാർ കോൺഗ്രസ് വിട്ടോ? അയാൾ കോൺഗ്രസ്സുകാരനല്ലല്ലോ, CPM-കാരനല്ല, BJP-കാരനല്ല. അപ്പം ഞാൻ ഇപ്പോൾ ഒരു രാഷ്ട്രീയം സ്വീകരിച്ചു, ഇതാണ് വാർത്ത വരേണ്ടത്. അല്ലാതെ ഞാൻ പാർട്ടി മാറി വന്നു എന്നുള്ളത്. സ്വതന്ത്രനായി നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് എല്ലാ പാർട്ടിയെയും വിമർശിക്കാനുള്ള സ്പേസ് നമുക്കുള്ളൂ. ഇപ്പം ഞാൻ ഈ പാർട്ടി നിന്നിട്ട് എനിക്കിനി BJP വിമർശിച്ചാലാണ് അത് BJP-യുടെ അനുഭാവികൾക്കോ BJP പ്രവർത്തിക്കുന്നവർക്കോ ബുദ്ധിമുട്ട് വരുന്നത്. ഇന്നലെയിൽ അഖിൽ മാരാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിച്ചതുപോലെ തന്നെ, പിന്നെ ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്, എൻ്റെ അടിസ്ഥാന രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്. അപ്പം BJP-യുടെ ചില വിഷയങ്ങളെ ഞാൻ വിമർശിക്കുന്ന സമയത്തും BJP-യുടെ ഒരുപാട് കാര്യങ്ങളെ ഞാൻ അനുകൂലിക്കും. 3 വർഷമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടോണ്ടിരിക്കുന്ന സംഘി എന്ന് വിളിയാ. ഇത് ഈ പറയുന്ന ഞാൻ കോൺഗ്രസ് ആണെന്ന് പറയുമ്പോഴും സംഘി വിളിയെ കേട്ടോണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പൊ രാവിലെ ഞാൻ കണ്ട ഒരു സത്യം പറയാം, നമ്മുടെ നാട്ടിന്റെ കോൺഗ്രസിൽ എന്തുകൊണ്ട് ഞാൻ പോയില്ല എന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് ഉത്തരം ഇന്ന് രാവിലത്തെ ഒരു വാർത്തയിൽ പറയാം. ഞാൻ ബിഗ് TVയിൽ കണ്ടൊരു വാർത്തയാണ്. സന്ദീപ് വാര്യർക്കെതിരെ തവനൂരിൽ പോസ്റ്ററുകൾ. അപ്പൊ അത് ഒട്ടിച്ചേക്കുന്ന പോസ്റ്ററുകൾ എന്ന് പറയുന്നത്, മുസ്ലിങ്ങളെ പച്ചയ്ക്ക് കത്തിക്കണം എന്ന് പറഞ്ഞ ഇവനെ ഞങ്ങൾക്ക് വേണ്ട, ഗാന്ധിയെ ചെറുതായി ഒന്ന് വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞ ഇവനെ ഞങ്ങൾക്ക് വേണ്ട. ഇത് തവനൂരിൽ സന്ദീപ് വാര്യർക്കെതിരെ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളാണ്. അതായത് കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി സംസാരിക്കുകയും BJP-ക്കെതിരെ അതിനിശിതമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരാൾക്കെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ ഇത് വന്നെങ്കിൽ, കോൺഗ്രസിനുള്ളിലെ ഒരു ഹിന്ദുവായ, ഇന്നലകളിൽ ഒരു അഭിപ്രായം ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടി പറഞ്ഞ ഒരുവനെ പോലും അംഗീകരിക്കാൻ ഈ ജമാഅത്ത് ഇസ്ലാമിക്കോ പോപ്പുലർ ഫ്രണ്ടിനോ SDP-ക്കോ പോലുള്ള വർഗീയ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്ന സംഘടനകൾക്ക് കഴിയാത്തത് കൊണ്ടാണ് മുസ്ലിമായ ഞങ്ങൾ പിന്തുണയ്ക്കുന്ന UDF ഞങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരുത്തിന് സീറ്റ് കൊടുത്താൽ മതി എന്ന് പറയുന്നത്. ഇത് നേരത്തെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞാൻ UDF-ന്റെ ഒപ്പം പോകാഞ്ഞത്. ഇതാണ് യാഥാർത്ഥ്യം. അല്ലാതെ എനിക്ക് UDF-ഉമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടല്ല, ഒരു നേതാക്കന്മാരുമായിട്ട് ഞാൻ മുഷിഞ്ഞിട്ടല്ല, എനിക്ക് സീറ്റ് ചോദിച്ച് അവർ തരത്തില്ല എന്ന് പറഞ്ഞിട്ടല്ല, സീറ്റ് തരാം നീ ഒന്ന് വെയിറ്റ് ചെയ്യാൻ മാത്രം പറഞ്ഞ നേതാക്കന്മാരാണ് എന്നോടുള്ളത്. അതാണ് എതിർകക്ഷികൾ പറയുന്നു, മറ്റേ LDF-ലും UDF-ലും സീറ്റ് കിട്ടാത്തോണ്ടാണ് DF എന്നെ അടുപ്പിക്കത്തില്ല, ഞാൻ അങ്ങോട്ട് പോകത്തതുമില്ല. അതിന് എന്ത് എനിക്ക് തരാന്ന് പറഞ്ഞാലും ഒരിക്കലും ഇടതുപക്ഷവുമായി ചേരാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ചേരാൻ പറ്റുന്ന ആശയങ്ങളാണ് കോൺഗ്രസിൻ്റെതും BJP-യുടേതും ഒക്കെ തന്നെ. അപ്പം BJP-യുടെ ആശയത്തിൽ ഇപ്പം BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഈ രാജ്യത്ത് ഒരു ദ്രോഹവും ചെയ്തിട്ട് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷെ ആ പാർട്ടിയിലെ ചില വ്യക്തികൾ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ ആയിരിക്കും പലപ്പോഴും ആ പാർട്ടിക്ക് പ്രതിസന്ധിയായിട്ട് മാറിയിട്ടുള്ളത്.
പറയേണ്ടി വരുന്നത്. അപ്പം അതിനപ്പുറത്തേക്ക് നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് രാജ്യത്തിന് അഭിമാനം ഉണ്ടാക്കി കൊടുത്ത പ്രൈം മിനിസ്റ്ററാണ്. ഈവൻ കേരളം തന്നെ എടുക്കാം. ഇപ്പം ഞാൻ ഫാത്തിമ കോളേജിലാണ് കൊല്ലത്ത് പഠിച്ചത്. അപ്പം കൊട്ടാരക്കരയിൽ നിന്ന് ഞാൻ ആദ്യം ഫാത്തിമ കോളേജിലേക്ക് പോകുന്ന കാലത്ത് ഈ മീറ്റർ ഗേജ് ട്രെയിൻ ഉണ്ടായിരുന്നു. നിങ്ങൾ മീറ്റർ ഗേജ് യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഈ 13 കണ്ടറ പാലമുണ്ട് നമ്മുടെ ഈ എനിക്കൊന്ന് ദിൽസയിൽ ആ സിനിമയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. തെന്മലയിലെ ഭയങ്കര ഭംഗിയുള്ളതാണ് റോഡും മറ്റേ പാലമൊക്കെ 13 കണ്ടറ പാലത്തിന്റെ ആ ട്രെയിൻ വരുന്നതൊക്കെ കണ്ടിട്ട് ആ ട്രെയിൻ കൊട്ടാരക്കരയിലൂടെ പോകുന്ന ഈ മീറ്റർ ഗേജിലാണ് ഞാൻ പോയി തുടങ്ങുന്നത് ഫാത്തിമ കോളേജിലേക്ക്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ബ്രോഡ് ഗേജ് വികസനം, മീറ്റർ ഗേജ് മാറി ബ്രോഡ് ഗേജ് വികസനം വരുന്നത്. അപ്പോൾ ഈ ബ്രോഡ് ഗേജ് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് പുനലൂർ മുതൽ കൊല്ലം വരെയുള്ള ദൂരം ഏകദേശം ഒരു 26, 18, 45 കിലോമീറ്റർ ദൂരം. ഈ 45 കിലോമീറ്റർ ദൂരം അത് ഒന്നും ചെയ്യണ്ട, ഈ റെയിൽ പാളം ഇളക്കി കളഞ്ഞ് പുതിയ പാളം ഇട്ടാൽ മതി. ഇതാണ് അവിടെ. അല്ലാതെ പാലങ്ങളോ മറ്റു വലിയ പ്രശ്നങ്ങളോ മലകളോ കുന്നുകളോ തുരന്നുള്ള വലിയ വലിയ പണികളൊന്നുമില്ല. നോർമലി ചില സ്ഥലത്ത് മാത്രം ചില പാലത്തിന് വീതി കൂട്ടണം എന്നുള്ളത് മാറ്റിവെച്ചാൽ മീറ്റർ ഗേജ് ബ്രോഡ് ഗേജ് ആക്കാനുള്ള പ്രോസസ്സിൽ വളരെ ഈസിലി ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഏരിയ ആയിരുന്നു പുനലൂർ മുതൽ കൊല്ലം വരെ. ഇത് തീർക്കാൻ ഏതാണ്ട് ഒരു 8 വർഷം എടുത്തു. UP ഉള്ള സമയത്താണ് ഞാൻ 2005 കോളേജിൽ പോയത്. 5, 6, 7 കാലഘട്ടത്തിൽ നിന്ന് നരേന്ദ്രമോദി വരുന്നത് വരെയും ഇതിന്റെ പണി പൂർത്തിയായിട്ടില്ല. പുനലൂർ ടു കൊല്ലം, പുനലൂരിൽ നിന്ന് ചെങ്കോട്ട വരെയുള്ള ദൂരം എന്ന് പറയുന്നത് കാടാണ്. ഈ കാടിനുള്ളിൽ മീറ്റർ ഗേജ് ഇളക്കി ബ്രോഡ് ഗേജ് ആക്കുന്ന പ്രോസസ്സിനോടൊപ്പം 13 കണ്ണറ പാലത്തിന്റെ മുകളിൽ ബ്രോഡ് ഗേജ് വരണം. അപ്പം 13 കണ്ണറ പാലത്തിന് വലിപ്പം കൂട്ടണം. അതൊക്കെ ഫുള്ളും മറ്റേ പാറയ്ക്കകത്ത് നിൽക്കുകയാണ്. ഇനി ആര്യങ്കാവിലെ ചുരത്തിന് വീതി കൂട്ടണം. അങ്ങനെ പിന്നെ പാലങ്ങൾ, തോടുകൾ ഒക്കെ ഈ പറയുന്ന മറ്റു കാടിനുള്ളിലോടുള്ള ഇതിന്റെ പ്രയാസം ഇത് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഫാസ്റ്റ് ആക്കി ചെയ്യുമ്പോൾ 2 or 3 വർഷം കൊണ്ട് ഈ പ്രോസസ്സ് അവസാനിപ്പിച്ചു. ചെങ്കോട്ട ടു പുനലൂർ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയി ബ്രോഡ് ഗേജ് മാറി. മറ്റേത് 8 വർഷം എടുത്തു. ഒരു വർഷം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സംഭവത്തിന് 8 വർഷം എടുത്തു. അപ്പൊ ഇത്രയും വലിയൊരു ചേഞ്ചാണ് ഡെവലപ്മെന്റ്സിന്റെ കാര്യത്തിൽ NDA വന്നതിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1972 75 ആണെന്ന് തോന്നുന്നു ദേശീയപാതയുടെ വികസനം മറ്റുമൊക്കെ ചർച്ച ചെയ്തു തുടങ്ങിയത് കേരളത്തിൽ. പിന്നീട് ഉമ്മൻചാണ്ടിയും VS അച്യുതാനന്ദനും ഒരേപോലെ അഭിപ്രായപ്പെട്ടത് 30 മീറ്റർ മതി നമ്മുടെ നാഷണൽ ഹൈവേ എന്നാണ്. അന്ന് പിണറായി വിജയൻ 45 മീറ്റർ വേണമെന്ന് പറഞ്ഞു. അന്ന് രമേശ് ചെന്നിത്തലയും 45 മീറ്റർ വേണമെന്ന് പറഞ്ഞു. പക്ഷേ VSന്റെയും ഉമ്മൻചാണ്ടി സാറിന്റെ ആദ്യത്തെ നിലപാട് 30 മീറ്റർ മതി, കാര്യം റോഡ് സൈഡ് അത്രയും എടുത്ത ആൾക്കാരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ളതായിരുന്നു. പക്ഷെ മോദി വന്നതിന് ശേഷം റോഡ് സൈഡ് ഇത്രയും എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പണം ഞങ്ങൾ തരാൻ തയ്യാറാണ്, പക്ഷെ കേരളത്തിലെ വസ്തുവിന്റെ വില വെച്ചിട്ട് കേന്ദ്രം കാണുന്ന അത്രയും തുക തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പിണറായി വിജയൻ അത് പറയുന്നത്, ഓക്കെ ഞങ്ങൾ 5000 കോടി രൂപയും കൂടെ ഗവൺമെന്റ് കണ്ടെത്തി തരാം. അപ്പൊ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ചേഞ്ചസ് വരണമെങ്കിൽ അപ്പൊ ഇത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് നമ്മുടെ നാഷണൽ ഹൈവേ പണി നടക്കുന്നു. ഇങ്ങനെ റെയിൽവേയിൽ മാറ്റങ്ങൾ നടക്കുന്നു. നമുക്കിന്ന് വന്നപ്പോൾ ഇപ്പം നമ്മൾ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇത് ഈ ചേഞ്ചസ് കൊണ്ടുവന്ന മോദിയെ ഞാൻ എന്തിനാണ് വിമർശിക്കേണ്ടത്? അപ്പൊ ഇതിലൊന്നിലും എനിക്കൊരു പരാതി ഒരു കാലത്തും ഇല്ല. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്യുന്ന നരേന്ദ്രമോദിയെ ഞാൻ ഒരു കാലത്തും എതിർത്തിട്ടുമില്ല, തള്ളിപ്പറഞ്ഞിട്ടുമില്ല. ആകെ ഞാൻ പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വലിയ പ്രശ്നം നടന്ന സമയത്ത് ആ കോൺഫ്ലിക്റ്റിൽ എൻ്റെ വലിയൊരു ആഗ്രഹം ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചൊതുക്കി POK തിരിച്ചു പിടിച്ച് നരേന്ദ്രമോദി ഇന്ത്യയുടെ അഭിമാനം ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഞാനും BJP ചേരാൻ പോവുകയാണ് എന്ന അഭിമാനത്തോടു കൂടി പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ BJP ചേരണമെന്ന് കരുതിയിരുന്നൊരുത്തൻ. കാര്യം ആ ഒരു കോൺഫ്ലിക്റ്റിനെ ഇന്ത്യ നേരിട്ട രീതി, ഇന്ത്യക്ക് ഉള്ളിൽ വന്നിട്ട് മതം ചോദിച്ച് മുണ്ടുപൊക്കി വരെ നോക്കി ഒരുവന്റെ മതം തിരിച്ചറിഞ്ഞ് മനുഷ്യരെ കൊന്നിട്ട് പോയി കഴിയുമ്പോൾ ഇന്ത്യയുടെ ഒരു പ്രൈം മിനിസ്റ്റർ ആ ചെയ്തവരെ ഇല്ലാതാക്കാൻ വേണ്ടി എടുത്ത തീരുമാനം, സൈന്യത്തിന് നിങ്ങൾ ധൈര്യമായി, സൈന്യത്തിന്റെ മൊറാലിറ്റിയെ ഒരുത്തനും ഇവിടെ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല, അവരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഭാരത ജനതയ്ക്ക് വേണ്ടിയിട്ട് സൈന്യം ഇറങ്ങിയ ഒരു രീതി, ഓപ്പറേഷൻ സിന്ദൂർ എന്ന മഹത്തായ പേര്, ഭയങ്കര റെസ്പെക്ട് തോന്നി നമുക്ക്. പക്ഷെ എനിക്ക് അതേ നിരാശ തോന്നിയത് പെട്ടെന്ന് നമ്മൾ POKയും തിരിച്ചു പിടിച്ചില്ല, നമ്മളിതങ്ങ് അവസാനിപ്പിച്ചല്ലോ. ആ നിരാശയിലാണ് ഞാനൊരു ശക്തമായ വിമർശനം ഉന്നയിക്കുന്നത്. ആ നിരാശ ഒരു രാജ്യസ്നേഹിയുടെ നിരാശയായിരുന്നു. ആ നിരാശ മോദിയെ അന്ധമായി ആരാധിക്കാൻ തുടങ്ങിയ ഒരു രാജ്യസ്നേഹിയായ ഒരുത്തൻ്റെ നിരാശയായിരുന്നു. അത് കിട്ടാതെ വന്നപ്പോൾ ഇപ്പം നമ്മൾ സച്ചിൻ ഇറങ്ങി അടിച്ച് ജയിപ്പിക്കും, ധോണി ഇറങ്ങി അടിച്ച് ജയിപ്പിക്കും, കോഹ്ലി ഇറങ്ങി അടിച്ച് ജയിപ്പിക്കും എന്നാ വിശ്വസിക്കത്തുള്ളൂ. അല്ലാതെ ആശിഷ് നെഹ്റ ഇറങ്ങി ക്രിക്കറ്റിൽ ഒരു ചേസ് ചെയ്യുന്ന മത്സരത്തിൽ അടിച്ച് ജയിപ്പിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കാറില്ല. അപ്പം ഞാൻ ഒരു മേഖലയിൽ ഒരുവൻ ഏറ്റവും ടോപ്പ് പ്രൊഫൈലിൽ നിൽക്കുന്ന ഒരുവനെ ഞാൻ വിശ്വസിച്ചപ്പോൾ ആ വിശ്വാസത്തോടെ എനിക്ക് കിട്ടിയ ഒരു നീതി വന്നില്ല. സച്ചിനോട് ദേഷ്യം ഉണ്ടായതുകൊണ്ടല്ല നമ്മൾ സച്ചിനെ തെറി വിളിക്കുന്നത്. സച്ചിൻ എത്രയോ കളികളിൽ നമ്മളെ മറ്റേ അർഹിച്ച
പ്രകടനം തരാതെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. വിരാട് കോഹ്ലി നമ്മളെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. അവസാന നിമിഷം ഒരുപാട് മത്സരത്തിൽ അടിച്ച് ജയിപ്പിച്ച ധോണി പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ തെറി വിളിക്കും. ഇത് ദേഷ്യം കൊണ്ട് വിളിക്കുന്നതല്ല, വിശ്വാസം കൂടിപ്പോയത് കൊണ്ട് വിളിച്ചുപോയ തെറികളാണ്. അതിനപ്പുറം ആശയപരമായിട്ട് മറ്റു രീതിയിൽ ഞാൻ ഡിഫെൻഡ് ചെയ്ത് സംസാരിച്ചിട്ടില്ല ഇവരെ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എന്നെ വിമർശിക്കാം. അഖിൽ അന്ന് പറഞ്ഞ കാര്യത്തിനോട് ഇന്ന് യോജിപ്പുണ്ടോ? അപ്പൊ ഞാൻ പറയും യോജിപ്പുണ്ട്. നിങ്ങൾ ഇന്നലകളിൽ എൻ്റെ ഇന്റർവ്യൂകളിലും മറ്റും BJP വിമർശിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് ഇന്നും ആ വിമർശനത്തിന് പ്രസക്തിയുണ്ട്. അതൊരു BJP കാരൻ എതിർക്കാനൊന്നും വരത്തില്ല. അഖിൽ പറഞ്ഞത് ശരിയാണെന്ന് നിശബ്ദമായി ചിലപ്പോൾ എന്നോട് പറയും. ചില വിമർശനങ്ങൾ നമ്മൾ ഒരാളോട് ഉന്നയിക്കുന്നത് നന്നാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ താൻ നന്നാകണമെന്ന അർത്ഥത്തിൽ തന്നോട് പറയുന്ന ഒരു കാര്യം താൻ പോസിറ്റീവായിട്ട് കേട്ടാൽ ഒരു മാസം കഴിയുമ്പോൾ പറയും, ചേട്ടാ അന്ന് പറഞ്ഞില്ലേ സംഭവം അത് ഭയങ്കരമായിട്ട് ഗുണമായിട്ടോ, ഞാൻ അതുവരെ ശ്രദ്ധിച്ചില്ല. ഞാൻ VD സതീശനെ അതിശക്തമായി വിമർശിച്ചുകൊണ്ടിരിക്കെ സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പിന്നീട് എന്നെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് തന്നെ തോന്നി ഞാൻ പറഞ്ഞതിനകത്ത് പോയിന്റ്സുകൾ ഉണ്ട്. കഴിഞ്ഞ 1.5 വർഷമായിട്ടുള്ള VD സതീശന് വന്ന മാറ്റങ്ങൾ നിങ്ങൾ നോക്ക്. ആ വിമർശനങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ആ വിമർശനങ്ങൾ പൊതുജനം പറയുന്നുണ്ടെന്നും അത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഞാൻ തിരുത്തേണ്ടതാണെന്നും അദ്ദേഹത്തിന് തോന്നി. നമ്മൾ വിമർശിക്കുന്നത് അത് വിമർശനം നിലപാടല്ല. ഇപ്പൊ പിണറായി വിജയനെ നമ്മൾ വിമർശിക്കുന്നത് അതെന്റെ നിലപാടൊന്നുമല്ല. എനിക്കത് മാറ്റി പറയാം. നിങ്ങളത് ചെയ്യാത്ത മുഖ്യമന്ത്രിയോട് ഞാൻ വോട്ട് ചെയ്യത്തില്ലെന്ന് പറയുന്നത് ജനത്തിന്റെ നിലപാടൊന്നുമല്ല. നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ചെയ്താൽ ഞാൻ വോട്ട് ചെയ്യും. ഞാൻ എൻ്റെ പാർട്ടിക്കെതിരെ ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ അത് മോശമാണ്, അത് ജനങ്ങൾക്ക് വർക്കല്ല. അത് ചെയ്യണമെന്ന് പറയുന്നത് ആക്ഷേപിക്കലോ എതിർക്കലോ അല്ല. ചേട്ടൻ ഇപ്പൊ BJP ഇപ്പൊ ജയിച്ചു എന്ന് കരുതുക. അല്ല, ഞാൻ 2020 ഒഫീഷ്യലി ഞാൻ ജോയിൻ ചെയ്തേക്കുന്നത് 2020 ഇപ്പൊ 2020 സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചെന്ന് വിചാരിക്കാം. ഇപ്പൊ ചേട്ടന് അതിലും നിന്ന് കുറച്ച് മാറ്റങ്ങൾ അല്ലെങ്കിൽ ചേട്ടന്റെതായ ഒപ്പീനിയൻ ഒക്കെ അപ്പോഴും സത്യസന്ധമായിട്ട് ഇതുപോലെ തന്നെ പറയാൻ അപ്പോഴും ധൈര്യം? ചിലത് പാർട്ടിക്കുള്ളിൽ പറയേണ്ടി വരും. അപ്പം പുറമേ നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകാതെ ഇത്രയും നാൾ മാറി നിന്നത്. കാരണം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ശരി പൊതുജനത്തിന് ചിലപ്പോൾ തെറ്റായിരിക്കും. അപ്പം പൊതുജനത്തിന്റെ ശരിക്കൊപ്പം ഒരു പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പരസ്യമായ അഭിപ്രായങ്ങൾ പറയുന്നത് ശരിയല്ല. ഇപ്പം BJP ഇപ്പൊ NDA എന്ന് പറയുന്ന മുന്നണിയോട് എനിക്ക് പറയേണ്ട കാര്യമുണ്ടെങ്കിൽ ഞാൻ BJP നേതാക്കന്മാരെടുത്ത് പറയണം, ഇത് ന്യായീകരിക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും, ഇത് പ്രശ്നമാണ്, നമ്മൾ തിരുത്തേണ്ട ഒരു കാര്യമാണ്. അവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. പക്ഷെ എന്റെ ഒരു എതിരഭിപ്രായം ഈ മുന്നണിക്കുള്ളിലോ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലോ പറയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പുറത്തു വരണം, പുറത്ത് വന്നിട്ട് പറയണം ഇന്ന പ്രശ്നങ്ങൾ കാരണമാണ് ഞാൻ പുറത്തു വന്നതെന്ന് പറയണം. അല്ലാതെ നമ്മൾ പഴയതുപോലെ അഭിപ്രായം ഒരു മുന്നണിക്കുള്ളിലും ഇപ്പം നീ വർക്ക് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ചാനൽ, നിനക്ക് ശമ്പളം തരുന്ന ഒരു ചാനൽ, അതിൽ തെറ്റുണ്ടെങ്കിൽ അപ്പൊ അതിനുള്ളിൽ പറയണം. ഇല്ലെങ്കിൽ നീ അതിൽ നിന്ന് പുറത്തിറങ്ങി വരണം. നമ്മൾ തിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. നടക്കത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി പോകാനേ പറ്റും. ഇപ്പൊ ഈ 2020 ഞാൻ പറഞ്ഞു, ഞാൻ കിഴക്കമ്പലത്ത് താമസിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് അവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം അറിയാം. ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു പാർട്ടി തന്നെയാണ്. പക്ഷെ അടുത്ത ജനങ്ങൾക്ക് എനിക്കറിയില്ല, എനിക്ക് തന്നെ കേട്ടപ്പോൾ ഷോക്കായി. പെട്ടെന്ന് ഒരു എന്നുവെച്ചാൽ സ്വതന്ത്ര പാർട്ടി എന്ന ഒരു ലേബൽ ആയിരുന്നല്ലോ 2020 എന്നുള്ളത്. അപ്പൊ ജനങ്ങളെല്ലാം ആ ഒരു പാർട്ടിയോടുള്ള സ്നേഹമാണ്. അപ്പൊ പർട്ടിക്കുലർ ഇങ്ങനെ ഒരു മൂവ്മെന്റ് പെട്ടെന്ന് ഒരു പാർട്ടിയായിട്ട് ചേർന്നപ്പം അവിടുത്തെ ജനങ്ങൾക്ക് എങ്ങനെയാ അത് ഇമ്പാക്ട് എന്തെങ്കിലും? അല്ല, രണ്ട് രീതിയിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവും. അതായത് ഇപ്പം നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് കേരളം പോലെ ഭയങ്കരമായ രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ ജാതി മത സംഘടനകളൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു പരിധി കൂടുതൽ ഒരു പൊളിറ്റിക്കൽ ആശയത്തിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ. അപ്പം അതിന് പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഒരു പഞ്ചായത്തിൽ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ നമുക്കൊരു നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ സംസ്ഥാന ഒട്ടാകെയോ ചിലപ്പോൾ ചെയ്തു കൊണ്ടുവരാനും പറ്റത്തില്ല. അപ്പൊ ഇതൊരു ഡെമോ ആയിരിക്കും. പഞ്ചായത്ത് എന്ന് പറയുന്നത് അത് നമ്മളൊരു മിനിയേച്ചർ, ഒരു ഡെവലപ്മെന്റ്സിന്റെ ഒരു മിനിയേച്ചർ ഞങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്കിത് കാണാം, നമ്മൾ ഈ രീതിയിലേക്കുള്ള ഇംപ്ലിമെന്റ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാം എന്ന് നമുക്ക് പറയാനുള്ളൊരു മോഡൽ മാത്രമാണ് അത്. ഇതേ ആൾക്കാർക്ക് BJP ഇഷ്ടമല്ലാത്തവരുണ്ടാവും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരുത്തിനോട് തോന്നുന്ന ഒരു താല്പര്യമുണ്ടാവും. പക്ഷെ സർവൈവൽ എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പൊ അഖിലിന് ഒറ്റയ്ക്ക് നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അഖിൽ മാരാർക്ക് ഒറ്റയ്ക്ക് നിന്നാലും ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റും. പക്ഷെ അതേ സ്ഥാനത്ത് ഞാൻ ആരുടെയെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായി കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം താൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു സാധാ മാധ്യമ പ്രവർത്തക, ഒരു യൂട്യൂബിലിരുന്ന് അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിലിരുന്ന് കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. അതേ നീ പുറത്തിറങ്ങിയിട്ട് ഇപ്പൊ നീ ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ അവിടെ ഒരു പ്രശ്നം നടക്കുന്നു. അപ്പൊ ആ ഒരു പ്രശ്നം പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ആവട്ടെ, അത് നിനക്ക് കണ്ടിട്ട് അത് ഇടപെടണമെന്ന് തോന്നുന്നു. നീ അത് ഇടപെടാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ആൾക്കൂട്ടം നിന്നോട് നീ ആരടി, നീ ആരും സംസാരിക്കും, എവിടെ അറിയുന്നു. അതേസമയം നിന്റെ കയ്യിൽ ഒരു ടാഗ് ഉണ്ടാണ്, മനോരമ ന്യൂസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, മാതൃഭൂമി ന്യൂസ്. അപ്പം എന്തോ ഞാൻ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ നിനക്ക് സംസാരിക്കാനുള്ള സ്പേസ് ആയി കഴിഞ്ഞു. അതാണ് ഇത് നിനക്ക് തരുന്ന ധൈര്യം. ആ വിഷയത്തിൽ ഇടപെടാൻ പഴയ ആൾക്കും പറ്റും,
പുതിയ ആൾക്കും പറ്റും. പക്ഷെ പുതിയ ആൾ പറയുന്നതേ സ്വീകരിക്കാനേ അവിടെ നിൽക്കുന്ന ജനത തയ്യാറാവത്തുള്ളൂ. ഇനി ഇതേ താനൊരു പോലീസ് ഓഫീസറാന്ന് വെച്ചോ, ഇതേ വേഷത്തിൽ പോയിട്ട് നാലവന്മാരെ വഴി കിടന്ന് അടിയുണ്ടാക്കുന്ന ഒരു പാവപ്പെട്ടവനെ അടിക്കുന്നു. എന്നെ ഒരു പോലീസ് ഓഫീസറാണ്, പക്ഷെ ഈ വേഷത്തിൽ അവിടെ ചെന്ന് ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുത്തനും മൈൻഡ് പോലും ചെയ്യത്തില്ല, നിന്റെ ശബ്ദം ആരും കേൾക്കത്തില്ല. അതേ സ്ഥാനത്ത് യൂണിഫോമിൽ നീ നടന്നു വന്ന് തുടങ്ങുമ്പോൾ തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നവർ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കും. എന്താ മാഡം, എന്താടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറികട എന്ന് പറഞ്ഞാൽ അത് അവിടെ ആ യൂണിഫോം നൽകുന്ന ഒരു ധൈര്യമാണ് നമുക്ക് അവിടെ. അപ്പൊ ഇത് ഇത്തരം കാര്യങ്ങൾ അധികാരത്തിലേക്ക് അത് രാജ്യം ഭരിക്കുന്ന ഒരു നരേന്ദ്രമോദിയുടെ BJPക്ക് ഒപ്പം 2020 ചേരുമ്പോൾ ഇന്നലെ വരെ 2020 കഴിഞ്ഞ 10-14 വർഷമായി ചെയ്തതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം 2020ക്ക് കൂടും. ഇപ്പൊ അഖിൽമാരാർ ഇന്നലെ വരെ നമ്മൾ ഒറ്റയ്ക്ക് സംസാരിച്ചതിൽ നിന്ന് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ട് സംസാരിക്കാൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും ഒരു സ്ഥാനാർത്ഥിത്വം നമുക്ക് ധൈര്യം നൽകും. 4 പേരെ കാണിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. കാര്യം ഇതിൽ മത്സരിച്ചതുകൊണ്ട് അഖിൽമാരാർ എന്ന് പറയുന്ന ഒരാളെ പുതിയതായിട്ട് ആരും അറിയാനൊന്നും പോകുന്നില്ല. ഓൾറെഡി അറിയാവുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ പറയാൻ അവന് ഭ്രാന്താന്ന് പറയും, അല്ലെങ്കിൽ പറയാൻ അവൻ എന്തെങ്കിലും കിട്ടിയിട്ടാന്ന് പറയും. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇതിൽ ജയിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, തോറ്റാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതിനെക്കാട്ടിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഒരാളെ വിളിച്ച് സംസാരിക്കുമ്പോൾ തൃക്കാക്കരയിലെ മത്സരിച്ചൊരു സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിയിൽ ഒരു പ്രശ്നം എനിക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും, വാല്യൂ കിട്ടും, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ 2020 കുറിച്ച് ഞാൻ അവിടെ താമസിച്ച രീതിക്ക് ഞാൻ അപ്പം എല്ലാരും കുറെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റ് ആയാലും എല്ലാ ആയാലും ജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ മിക്ക ഇങ്ങനെ സംസാരം നമ്മളിങ്ങനെ കേൾക്കൂല കുറെ പേര് ഇതിന്റെ ബാക്കില് സ്വതന്ത്രമായിട്ട് നമ്മൾ ഇതിന്റെ ബാക്കിൽ എന്തൊക്കെയോ ഉണ്ട്, കള്ളത്തരങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതുണ്ട് അതുണ്ട്. നമ്മൾ പുറത്തു പോയി സംസാരിക്കുമല്ലോ നമ്മുടെ നാട്ടിൽ 2020 ആണ് ഇങ്ങനെയൊക്കെ സഹായം ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വേറെ ജില്ലയിലുള്ള അല്ലെങ്കിൽ വേറെ ആൾക്കാർ ചോദിക്കുന്നത് അതിന്റെ ബാക്കിൽ എന്തെങ്കിലും കള്ളത്തരമുണ്ട്, പാട്ടില്ലാതെ അല്ലാതെ ജനങ്ങളെ പറ്റിക്കുകയാണ്, വിഡ്ഢികളാക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ ഒരു ന്യൂസ് വന്നപ്പം കണ്ടോ നിങ്ങൾ വിഡ്ഢികളായില്ലേ എന്ന തരത്തിൽ ഓപ്പോസിറ്റ് ശത്രുക്കളാകാം, അങ്ങനെ ഞാൻ പരാമർശിക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് എതിർഭാഗങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിനോട് എങ്ങനെ യോജിക്കുന്നു? ശരിക്കും അങ്ങനെ ഒരു സ്വതന്ത്ര പാർട്ടി നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഇപ്പോ ചില തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് കുറെ വാഗ്ദാനങ്ങളും കുറെ പുതിയ പുതിയ കാര്യങ്ങളും ഈ സർക്കാർ ചെയ്യും. അപ്പൊ അത് നമ്മളെല്ലാം പറയും വോട്ടിന് വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പം ചിലപ്പം നാടിന് വേണ്ടി ഇപ്പൊ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് പറയും ഇവൻ സീറ്റിന് വേണ്ടിയിട്ടാണ് ഈ സംസാരിക്കുന്നതെന്ന് പറയും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ നാടിന് വേണ്ടി നല്ലത് ചെയ്യുന്ന ഒരുത്തൻ മത്സരിച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഈ നാടിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സംസാരിക്കാൻ ശേഷിയുള്ളവന് മത്സരിക്കട്ടെ എന്നല്ലേ ജനം തീരുമാനിക്കേണ്ടത്. ഇനി 2, ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ട് ഒരുത്തൻ പുറകെ കള്ളം കാണിക്കും. നിങ്ങൾ കണ്ടുപിടിക്കാത്ത കാലത്തോളം നാടിന് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ, നാട്ടുകാർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ, നാട്ടുകാർക്ക് ഈ പാർട്ടിയെ കൊണ്ട് അല്ലെങ്കിൽ ആ പാർട്ടി ഭരിക്കുന്നത് കൊണ്ട് വികസനം, മറ്റു കാര്യങ്ങൾ, മറ്റു രീതിയിലുള്ള സന്തോഷം എല്ലാമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ കള്ളന്മാരെ എന്തിനാ അങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യം? അതേസമയം മറ്റവർ ഇപ്പൊ ഇനി മറ്റവർ ഉണ്ടാക്കുന്നില്ലെന്നാണോ? അവർ ഉണ്ടാക്കുന്നുണ്ട്, അവർ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പൊ 2020ക്ക് എവിടുന്ന് എന്ത് ബാക്കപ്പ് കിട്ടാനാണ്? ആകെ കിറ്റക്സ് ഗ്രൂപ്പിന്റെ CSR ഫണ്ട് ചിലപ്പം അവർക്ക് കൂടുതലായിട്ട് ഈ മണ്ഡലത്തിലേക്ക് വിനിയോഗിക്കേണ്ടി വരും. അത് സാബു ജേക്കബിന് മറ്റു പല കാര്യങ്ങളും ചെയ്തുകൂടെ? സാബു ജേക്കബിന് ഇനി കോടികൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു രാജ്യസഭാ സീറ്റ് നൽകാൻ തയ്യാറായ പാർട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഏതെങ്കിലും മുതലാളിമാർക്ക് രാജ്യസഭയിൽ ഒരു സീറ്റൊക്കെ കൊടുക്കും. പുള്ളിക്ക് അങ്ങനെ ഒരു രാജ്യസഭാ സീറ്റ് മേടിക്കാമല്ലോ. എന്തിനാണ് ഈ പഞ്ചായത്തിൽ കിടന്ന് അടിയുണ്ടാക്കി, പിണറായി വിജയനായിട്ട് അടിയുണ്ടാക്കി ബിസിനസ്സും ചെയ്ത് സമാധാനമായിട്ട് ചെയ്യും? അപ്പൊ അയാൾ അന്ന് അതല്ല ആഗ്രഹിച്ചത്. അയാൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യങ്ങളും അവിടെ ഇല്ല. ഒരു വ്യക്തിക്ക് സ്വന്തമായ ഒരു ബിസിനസ്സുകാരനെ രാഷ്ട്രീയത്തിലേക്ക് വരാനാണെങ്കിൽ ഇന്ന് കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടി അയാളെ പൊന്നെ പോലെ സ്വീകരിക്കും, അയാളെ പണം കണ്ടിട്ടെങ്കിലും സ്വീകരിക്കും. അപ്പൊ ആ ഇന്റൻഷൻ അതല്ല. അതിപ്പോ ഞാൻ ഇപ്പൊ എന്റെ ഇന്റൻഷൻ അതല്ല. എനിക്ക് പണം ഉണ്ടാക്കുക എന്നുള്ള ഇന്റൻഷൻ ആയിരുന്നെങ്കിൽ എനിക്ക് UDFന്റെ ഭാഗമായി നിന്നാൽ മതിയായിരുന്നു. അവർ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ അവിടെ നിന്ന് മാറി ജയിക്കാൻ സാധ്യതയില്ല എന്ന് എല്ലാവരും പറയുന്ന ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നമ്മൾ മത്സരിക്കുമ്പോൾ നമ്മുടെ ഇന്റൻഷൻ അതല്ല. അപ്പൊ എനിക്കിവിടെ പണം വേണ്ട, എനിക്ക് പ്രശസ്തി വേണ്ട. ഇനി കുറെ ആൾക്കാർ പറയും ഇപ്പൊ കിറ്റക്സ് ഗ്രൂപ്പ് സാബു ജേക്കബിന്റെ കൂടെ പോയി അഖിൽമാരാർക്ക് എന്തോ കിട്ടിയത് കൊണ്ടാണെന്ന്. തെരഞ്ഞെടുപ്പിനുള്ള ചെലവിന്റെ പൈസ പോലും ചോദിക്കുമ്പോൾ അതുപോലും തരാത്ത ആൾക്കാരാണ് ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് കോടിക്കണക്കിന് അങ്ങനെ നമ്മളിപ്പോൾ സിനിമാക്കാർ പല ആൾക്കാരും ഇത് ചെറിയ മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനൊന്നുമില്ല, നമ്മൾ അങ്ങനെ പോയിട്ടുമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ എനിക്കിപ്പം തെരഞ്ഞെടുപ്പിൽ ഇത്ര രൂപ ചെലവാകും, അതിന്റെ എങ്കിലും സഹായം ചെയ്യണം, ഇത് മാത്രമായിരിക്കും നമ്മൾ പറയുന്നത്. വേറൊരു പാർട്ടിയിലാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പിരിവിനിറങ്ങും. ഇവിടെ നമുക്ക് പിരിവിനോ കാര്യങ്ങളോ ഒരാളത്ത് പോകുന്ന പരിപാടി പ്രോസസ്സോ ഒന്നും അതും നമ്മൾ ചെയ്യുന്നില്ല. മറ്റുള്ളവരൊക്കെ എന്ന് വെച്ചാൽ നാട് മുഴുവൻ നടന്ന് പിരിച്ചും കുറെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുകയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത്. അല്ല, നമ്മള് രമേശ് ചെന്നിത്തല സാറായിട്ട് ഒരു പിക്ക്, ഉച്ചഭക്ഷണം കഴിക്കുന്ന ഒരു പിക്ക് അഖിലേട്ടൻ ഷെയർ ചെയ്തപ്പോഴേ നമുക്കൊക്കെ ഒരു ക്ലൂ കിട്ടി ഇനി രാഷ്ട്രീയത്തിലേക്കാണോ. അപ്പൊ നമ്മളെല്ലാരും വിചാരിച്ച യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ടായിരിക്കും എന്നാണ്. എന്തുകൊണ്ടാണ് 2020 അല്ലെങ്കിൽ BJP ഈ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യാനുള്ള കാരണം? ഞാനൊരു പ്രധാന കാര്യം പറയാം. അതായത്
ഞാൻ ഇപ്പം നമ്മുടെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്നെ പല രാഷ്ട്രീയ നേതാക്കന്മാർ ഇപ്പോൾ രമേശ് ചെന്നിത്തലയായിട്ട് ഞാൻ നേരത്തെ നല്ല അടുപ്പമാണ്. അത് ഞാൻ ചാനൽ ചർച്ചകളിൽ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ച് തുടങ്ങിയ കാലം മുതൽ ഞാനായിട്ട് നല്ല അടുപ്പമാണ്. അപ്പം ബിഗ് ബോസ് കഴിഞ്ഞ് ഞാൻ രമേശ് ചെന്നിത്തലയുടെ ഒരു മയൂഖം എന്ന് പറയുന്ന ഒരു പരിപാടി ഹരിപ്പാട് നടന്നപ്പം അതിലേക്ക് എന്നെ മുഖ്യാതിഥിയായിട്ട് വിളിക്കുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് പരിപാടികൾക്ക് ഈ മയക്കുമരുന്നിനെതിരെയുള്ള പരിപാടികൾക്ക് അദ്ദേഹം വിളിക്കുന്നു. ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അതിനുശേഷം അപ്പോൾ അതായത് ഞാൻ പറയുന്ന വിഷയങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത കിട്ടി. അതായത് പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ ചില വിഷയങ്ങൾക്ക് എനിക്ക് പൊതു പിന്തുണ കിട്ടിയപ്പോൾ കോൺഗ്രസ്സുകാർ സ്വാഭാവികമായിട്ട് നോക്കുമ്പം അവരെന്നെ രമേശ് ചെന്നിത്തലയുടെ കൂടെ കാണുന്നു, അവർ വി ഡി സതീശൻ്റെ കൂടെ കാണുന്നു, അവർ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ കൂടെ എന്നെ കാണുന്നു. ഞാൻ കോൺഗ്രസ് വേദികൾ പല സ്ഥലങ്ങളിലും പലരും എന്നെ കാണുമ്പോൾ കോൺഗ്രസ്സുകാരെല്ലാവരും വിചാരിച്ചു അഖിലിന് ഇത്തവണ ഒരു സീറ്റ് ഉണ്ടാവും. കാര്യം നേതാക്കന്മാർക്കൊക്കെ പ്രിയപ്പെട്ട ഒരാളാണ്. നേതാക്കന്മാരുടെ അടുപ്പമുള്ള പല ആൾക്കാർ എന്നോടത് മുൻകൂട്ടി പറയാൻ തുടങ്ങി, അഖിലിന് എന്തായാലും സീറ്റുണ്ട് കേട്ടോ എന്നൊക്കെ പറയാൻ തുടങ്ങി. ഇതേ സെയിം സമയത്ത് 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം ഞാൻ സുരേഷ് ഗോപി ജയിക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്നെ എല്ലാവരും പിടിച്ച് സംഖ്യയാക്കി. സുരേഷ് ഗോപി ഞാനും തമ്മിൽ തരക്കേടില്ലാത്തൊരു ബന്ധമുണ്ട്. അപ്പം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ചേട്ടാ സ്വതന്ത്രനായി കൊട്ടാരക്കര മത്സരിക്കാനുള്ള ഒരു സ്പേസ് ഞാൻ എടുത്താൽ BJPക്ക് അവിടെ സ്ഥാനാർത്ഥി ഇടാതിരിക്കാൻ പറ്റുമോ എന്ന് ഞാൻ 1.5 വർഷം മുമ്പേ അദ്ദേഹത്തോടും ചോദിച്ചു. RSSന്റെ ഡൽഹിയിലെ PR, അതായത് സമ്പർക്ക് പ്രമുഖ എന്ന് പോസ്റ്റിലിരിക്കുന്ന ഓൾ ഇന്ത്യ സമ്പർക്ക് പ്രമുഖമായിട്ടുള്ള ജയകുമാർ എന്ന് പറയുന്ന ചേട്ടനുണ്ട്. അദ്ദേഹം എനിക്ക് ഈ രാമക്ഷേത്രത്തിന് അക്ഷതമൊക്കെ തരാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ജയേട്ടൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്വതന്ത്രനായിട്ട് കൊട്ടാരക്കര മത്സരിക്കണം, പക്ഷേ സ്വതന്ത്രനായിട്ട് മത്സരിച്ചാൽ നമുക്ക് ജയിക്കുന്ന എളുപ്പമല്ല. അപ്പോൾ എനിക്കൊരു സപ്പോർട്ട് വേണം, BJPയുടെ ഒരു സ്വതന്ത്രൻ. BJP അവിടെ സ്ഥാനാർത്ഥി ഇടരുത്, ഞാൻ അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കാം, ഞാനൊരു സീറ്റ് NDAക്ക് പിടിച്ചു തരാം. അതേസമയം തന്നെ എനിക്ക് നിങ്ങളെ വിമർശിക്കേണ്ട പോയിന്റുകളിൽ എനിക്ക് വിമർശിക്കാം, എനിക്ക് വ്യക്തിത്വം കളയാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം, നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടുകൾക്ക് ഒപ്പം സഞ്ചരിക്കാം. പക്ഷേ BJPയിൽ അങ്ങനെ ഒരു പരിപാടി ഇല്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ കോൺഗ്രസ് വേദികളിൽ പങ്കെടുക്കുന്ന സമയത്തെ ഞാൻ ഇവരോട് പറഞ്ഞൊരു കാര്യമാണ്. പിന്നീട് ഇതിങ്ങനെ പോയെന്ന സമയത്ത് എൻ്റെ നാട്ടിൽ ഈ പറഞ്ഞ പലപ്പോഴായിട്ട് പല പ്രശ്നങ്ങളിൽപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിച്ച്, സാമ്പത്തികം ചോദിച്ച്, മറ്റു പ്രശ്നങ്ങൾ ചോദിച്ച് വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ മൈൽ സ്റ്റോണിൻ്റെ ആൾക്കാർക്ക് എൻ്റെ വിമർശകർക്ക് വേണ്ടി നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ നേരെ കോട്ടാത്തലയോ ആ പരിസര പ്രദേശത്തോ ഒക്കെ ചെന്നിട്ട് അഖിൽമാരാർ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം നാട്ടുകാരോട് എങ്ങനെ ആയിരുന്നു എന്താണെന്ന് നിങ്ങൾ ചുമ്മാ പോയി ചോദിച്ചു നോക്ക്. അപ്പം ഇതിപ്പം ഇത് ശരിയല്ല. നമ്മളിങ്ങനെ സഹായിച്ച കണക്കുകൾ പറയുന്നതിനോടോ അല്ലെങ്കിൽ സഹായിച്ച വീടുകൾ അതൊന്നും, പക്ഷെ അവിടെ പോയി അവരോട് ചോദിച്ചു നോക്കിയാൽ മതി. അവർ പറയും അയാൾ ഏതെല്ലാം കാര്യങ്ങൾക്ക് ഞങ്ങളോടുണ്ടായിരുന്നു, ഞങ്ങൾ ചോദിച്ച കാര്യങ്ങൾക്ക് എന്തായിരുന്നു അയാളുടെ മറുപടി. അപ്പം ഞാൻ വിചാരിച്ചത് കൊട്ടാരക്കര മത്സരിച്ചാൽ ഈ പല ആവശ്യങ്ങൾക്കും എന്നെ വിളിക്കും, എൻ്റെ വീട്ടിൽ വരും. അപ്പം ഞാനിങ്ങനെ ഒരിക്കൽ വന്ന ആൾക്കാർ കുടിവെള്ള പ്രശ്നത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞ് ദൂരെ നിന്ന് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, അല്ല ഇത് നിങ്ങൾ എനിക്ക് വോട്ട് നൽകിയത് ലോക്സഭയിലേക്ക് വല്ലതും ആണോ? നിങ്ങൾ എനിക്ക് വോട്ട് നൽകിയത് ബിഗ് ബോസിലേക്കാ? അപ്പം എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആരെങ്കിലും ആകണം. അപ്പം കൊട്ടാരക്കരയിൽ ഒരു അവസരം കിട്ടിയാൽ കോൺഗ്രസിൽ മത്സരിക്കാം, കൊട്ടാരക്കരക്കാർക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചു. പക്ഷേ ഞാൻ വരുന്നത് മറ്റു പലർക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരത് അതിനെക്കാട്ടിയും വലിയ കളി കളിച്ച് ഐഷ പോറ്റിയെ കൊണ്ടുവരാൻ ശ്രമം നടത്തി. അപ്പോൾ ഈ രമേശ് ചെന്നിത്തല ഇപ്പം ഞാൻ കൊട്ടാരക്കര മത്സരിക്കുമെന്നൊക്കെ പറഞ്ഞ് എന്നോട് ഒരു താല്പര്യമില്ലാത്ത കുറേ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ വാർത്ത വന്നപ്പം രമേശ് ചെന്നിത്തല, ഈ വാർത്ത വന്നതുകൊണ്ടല്ല, ഈ വാർത്തയ്ക്കൊപ്പം തന്നെ കേരളത്തിൽ മറ്റേ പഞ്ചായത്തിൽ മത്സരിച്ച് തോറ്റവന്മാരും ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ച് തോറ്റവന്മാരും പാർട്ടിയുടെ ബ്ലോക്ക് ലെവൽ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ നിയമസഭയിൽ മത്സരിക്കുന്നു കുറേ ചാനലിൽ വാർത്ത. അപ്പോൾ രമേശ് ചെന്നിത്തല കളിയാക്കിക്കൊണ്ട് ആരെടുത്ത് പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ യോഗ്യത ഇല്ലാത്തവരെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കരുത്. ഉടനെ അത് വെച്ച് എനിക്കെതിരെ ട്രോള് വന്നു. ആ ട്രോളിനെ കൂടുതൽ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രമേശ് ചെന്നിത്തല കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് ഞാൻ ഇതാക്കിയിട്ട് അതാണ് ഇതിന്റെ ബാക്കിൽ നടക്കുന്നത് അല്ലേ. ഈ സെറീനയുടെ ഒരു പോസ്റ്റ് കണ്ടാണ് വഴിയിൽ കൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കാറ് നിർത്തിയിട്ട് ആളെ സഹായിക്കാൻ പോകുന്ന ഒരു മനസ്സുള്ള ആളാണ് അഖിൽമാരാർ. പിന്നെ ചേട്ടനും പലപ്പോഴും ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാരെയും സഹായിക്കല് കുറച്ച് കൂടുതലാണ് ചേട്ടന്. അതെങ്ങനെ വന്ന ആ ഒരു ക്യാരക്ടർ? പണ്ട് തൊട്ടേ ഇങ്ങനെ, പണ്ട് പൈസ ഇല്ലായിരുന്നല്ലോ, സാമ്പത്തികമായിട്ട് നമുക്ക് ആരെയും സഹായിക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. അപ്പം ആരെങ്കിലും ഒക്കെ കൂടെ പോവുക. ഞാൻ യഥാർത്ഥത്തിൽ നാട്ടിലെ രാഷ്ട്രീയം തുടങ്ങുന്നത്, എൻ്റെ നാട്ടിലെ സോമൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു തട്ടുകട നടത്തുന്ന ഒരു ചേട്ടനുണ്ട്. പുള്ളിയുടെ വീട്, പുള്ളിക്ക് അന്ന് പ്രായപൂർത്തിയായ മകനൊക്കെ ഉണ്ടെങ്കിലും ഈ വീട് വളരെ ചെറിയ വീടാണ്. അപ്പോൾ ഇതൊന്നും മാറ്റി ഇച്ചിരി കയറി കിടക്കാൻ പറ്റുന്ന ഒരു ചെറിയ വീട് വെക്കണം. അപ്പോൾ ഇച്ചിരി മണ്ണെടുക്കണം അവിടെ. ഇത് മണ്ണെടുക്കാൻ അപ്പുറത്തുള്ള ഒരുത്തൻ സമ്മതിക്കത്തില്ല. കാര്യം ഈ അയൽപ്പക്കക്കാരൻ സമ്മതിച്ചെങ്കിൽ മാത്രമേ JCB കയറ്റി മണ്ണ് മാന്താൻ പറ്റൂ. അങ്ങനെ 2-2.5 വർഷമായിട്ട് ഇതിങ്ങനെ മുടങ്ങി കിടക്കുകയാണ്. ഇയാളുടെ ജീവിതം മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിൽ
ഇവര് ഈ രണ്ടുപേരും തമ്മിൽ അവസാനം ഒരു അടിയായി. ഈ അടി നടക്കുന്ന സമയത്ത് ഈ സോമേണ്ണനെ സഹായിക്കാൻ ആരും ഇല്ലാതെ ഒറ്റപ്പെട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ആ മനുഷ്യന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞാൻ മറ്റേ കോൺഗ്രസിൽ തൊട്ടു മുമ്പ് ചേരുന്ന ഒരു അടിയും ബഹളമായിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ വെറുതെ ഒരു കഥ കൂട്ടി ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഈ സോമേണ്ണന് വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെ ഇറങ്ങുന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറുമ്പോൾ ഈ കതറിന്റെ ഒരു ബലം മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ അന്നു മുതൽ പിന്നീട് അങ്ങോട്ട് പല വിഷയങ്ങൾക്ക് ഈവൻ ഇപ്പം ഞാൻ ലക്ഷ്മിയെ വിവാഹം കഴിക്കുന്നില്ല, ലക്ഷ്മിയുടെ അമ്മ എന്നെ കാണാൻ വരുന്നത് അവരുടെ മുടങ്ങിക്കിടക്കുന്ന ഒരു വീട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു സഹായമായി ബന്ധപ്പെട്ട് കാണാൻ വരുന്നതാണ്. അങ്ങനെയാണ് ഞാൻ അങ്ങനെ നിരവധി വിഷയങ്ങളിൽ ആൾക്കാരുടെ വിഷമം കാണുമ്പോൾ, ബുദ്ധിമുട്ട് കാണുമ്പോൾ, ഇപ്പം നമ്മളൊരു പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുന്നു, അവിടെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടോ നിൽക്കുന്നു, അവന് സംസാരിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ ഇവനെ ആട്ടിപ്പാടി. ഒരിക്കൽ ഞാൻ കൊല്ലത്ത് കളക്ടർ ഓഫീസിൽ കയറി ഞാൻ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ നാട്ടിലെ മണ്ണെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ മണ്ണ് മാഫിയക്കെതിരെ പരാതി പറയാൻ വേണ്ടിയിട്ട് ഞാൻ കളക്ടറെ കാണാൻ വേണ്ടി ഞാൻ ചെല്ലുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം വെളിയിൽ നിൽക്കും. അപ്പോൾ ഞാൻ വെളിയിൽ നോക്കിയപ്പോഴത്തേക്ക് കളക്ടറെ അടുത്ത് കുറേ പാവങ്ങൾ, അതിൽ കുറേ ആൾക്കാരൊക്കെ കൈയൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനത്തെ തറയിരിപ്പുണ്ട്. ഇവരൊക്കെ ഈ രാവിലെ 9 മണിക്ക് തൊട്ടിങ്ങനെ വന്നിരിക്കുമോ, കളക്ടറെ എപ്പോഴാണ് കാണാൻ പറ്റുന്ന അറിയാൻ പറ്റും. എനിക്കൊന്ന് അന്നത്തെ കളക്ടറെ കാണുന്ന സമയം 12 മണിക്കും 12:30ക്കും ഇടയ്ക്കെന്തോ മറ്റോ ആണ്. അപ്പോൾ ഞാനും വന്നത് ഏതാണ്ട് 10:11 ഞാനും വന്നു. അപ്പോൾ നമ്മൾ പുറത്ത് പോയി തിരിച്ചു വന്നു. അപ്പോൾ ഇതിൻ്റെ സമയം നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇവരെല്ലാം പക്ഷേ അവിടെ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിൽ ഇരിക്കുന്നതൊക്കെ കുറേ ആൾക്കാർ കളക്ടറെ വെളിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ 12 മണിയായപ്പോഴത്തേക്ക് ഞാൻ സമയമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്തോട്ട് കയറി ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു പറഞ്ഞു, ഇല്ല കളക്ടർ മിനിസ്റ്ററായിട്ട് മീറ്റിംഗ് ഉണ്ട്, കളക്ടർ പോവാം, നിങ്ങളെല്ലാം പുറത്ത് പിടിച്ച് പിടിച്ചല്ലേ. അപ്പോൾ ഞാൻ എന്നെ പിടിച്ച് തള്ളാൻ വന്ന പോലീസിനോട് ഞാൻ പറഞ്ഞാൽ എനിക്ക് കളക്ടർ സംസാരിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അകത്തോട്ട് കയറി. ഞാൻ പെട്ടെന്ന് കളക്ടർ, സാറേ ഒരു 5 മിനിറ്റ് സാറ് സമയം ചെലവഴിക്കാന്നുണ്ടെങ്കിൽ വെളിയിരിക്കുന്ന ഇത്രയും പേരെ സാറിന് കാണാൻ പറ്റും. ഇവരാരും സാറിനോട് കഥ പറയാൻ വന്നവരൊന്നുമല്ല. സാറിനെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് കയ്യിരിക്കുന്ന ഈ നിവേദനം സാറൊന്ന് തരണം, സാർ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്ന പ്രതീക്ഷയിൽ ഈ നിവേദനം ഒന്ന് തരുന്ന ഒരു 10-20 സെക്കൻഡ് സമയം മാത്രം സാറ് പുറത്തിരിക്കുന്ന ഒരാളത്ത് സാറിന് ചെലവഴിച്ചാൽ മതി. സാറിപ്പോൾ ഇറങ്ങിപ്പോൾ മന്ത്രിയെ കാണാനേക്കാട്ടും കൂടുതൽ ആവശ്യം ഇവിടെ രാവിലെ കാത്തുകിട്ടി കിടക്കുന്നവർക്ക് സാറിനെ കാണേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ബഹളം വെച്ചു. അപ്പോൾ എന്നെ ഒരാൾ മറികിടന്ന് എന്നെ പിടിച്ച് വലിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പേര് എന്നെ പിടിച്ച് അകത്തിട്ടെങ്കിൽ ഞാൻ അകത്തിട്ടോ, എൻ്റെ ആവശ്യവും സാറ് കേൾക്കണമെന്നില്ല, ഞാനിപ്പോൾ നാളെ വന്നാലും കണ്ടോളാം. കാര്യം എനിക്ക് അപ്പം പുള്ളി പറഞ്ഞല്ല, നിങ്ങൾ ഇനി വരൂ, എന്താ നിങ്ങളുടെ കംപ്ലയിൻറ്റ് എന്താണ്? ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ മണ്ണ് മാഫിയ കൊട്ടാരക്കരയിൽ മൊത്തം കുന്നു ഇടിച്ച് നിരത്തി വൻ പരിപാടി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു, പല രാഷ്ട്രീയക്കാരും എൻ്റെ പേര് പൈസ മേടിച്ചിട്ടുണ്ട്, അതിനെതിരെ ഒരു അന്വേഷണം വേണം. അപ്പം പുള്ളി പറഞ്ഞു, ആ ശരി എന്നാണ്. എന്നിട്ട് പുള്ളി അകത്ത് പോയി ഇരുന്നിട്ട് ബാക്കി അവിടെ നിന്ന് പോലീസുകാരനടുത്ത് പറഞ്ഞു, കളക്ടറുടെ അസിസ്റ്റൻറ്റിനോട് പറഞ്ഞു, ആൾക്കാരെയൊക്കെ വിളിക്കൂ, അതിനുശേഷം മിനിസ്റ്റർ അടുത്ത് പറഞ്ഞാൽ മതി, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തുമെന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പം ഇത് ഞാൻ ഈ ശബ്ദം റൈസ് ചെയ്തത് കൊണ്ടാണ് ഇത്രയും ആൾക്കാർക്ക് അകത്ത് കയറി കാണാൻ പറ്റിയത്. അപ്പം ഇത് അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റാണ്, ആ സ്പോട്ടിൽ എന്നെ റിമാൻഡ് ചെയ്യാം. ഇത് എനിക്ക് ധൈര്യം വരുന്നത് ഇവിടുന്നാണെന്നറിയോ, ഞാൻ പറയുന്നത് ശരിയാണെന്നുള്ള ചിന്തയില്ല. അതിന് ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന ആൾ കളക്ടർ ആയാലും എനിക്ക് പ്രശ്നമില്ല, അപ്പുറത്ത് നിൽക്കുന്ന ആൾ പ്രൈം മിനിസ്റ്റർ ആയാലും എനിക്ക് പ്രശ്നമില്ല. ഇനി ഞാൻ പറയുന്നത് കള്ളത്തരമോ ശരിയല്ലാത്തൊരു കാര്യമാണെന്ന് വെച്ചു, അതൊരു 4ാം ക്ലാസ്സുകാരൻ പയ്യനാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടാകത്തില്ല. അതാ ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, വാക്കുകളുടെ പവർ വരുന്നത് അതിന് സത്യം ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെ ഈ ഒരു ചിന്തയിലാണ് യഥാർത്ഥത്തിൽ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാനൊരു രാഷ്ട്രീയക്കാരനാവണം. 2013 എൻ്റെ ഒരു ഫേസ്ബുക്കിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം ഫേസ്ബുക്കിൽ ഇട്ടത്. ഒരു പൊതുപ്രവർത്തകനാകാൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാണ് അപ്പൊ അതന്നോട്ടേ എൻ്റെ ഉള്ളിൽ അതാണ് കിടക്കുന്നത്. സെലിബ്രിറ്റി ഞാനെ പിന്നെ ആരെങ്കിലും ഈ സർക്കാരിനെതിരെ പറയുമോ? ഒരിക്കലും പറയത്തില്ലല്ലോ. നമ്മൾ പറഞ്ഞാൽ നമുക്ക് നഷ്ടമല്ലേ ഉണ്ടാകത്തുള്ളൂ. ഞാനിത് പറയുന്നത് എൻ്റെ ലക്ഷ്യം ഇതല്ല. സിനിമയിൽ അഭിനയിക്കാൻ അവസരം വന്നാലും ഞാൻ പോകാത്തത് എൻ്റെ ലക്ഷ്യം അതല്ലാത്തതുകൊണ്ടാണ്. ഇതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഉള്ളി എൻ്റെ ആഗ്രഹം എനിക്ക് ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരുത്തനാവണം. എൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനത എന്നെ വിളിച്ച് ചോദിച്ചാൽ നിസ്സഹായനായി ഇരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തന്റെ ഒരു വല്ലാത്ത ഫ്രസ്ട്രേഷൻ. ഒരാൾ എന്നെ വിളിച്ചിപ്പം സെറീന ഈ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. അപ്പം നിങ്ങൾ പേര് പറഞ്ഞാൽ ശരി, എന്നാലും ഞാൻ പറയുകയാണ്. ഇപ്പം ആർട്ടിസ്റ്റ് ഉല്ലാസ് പന്തളം, അപ്പൊ ഇദ്ദേഹത്തിന് ഞാൻ ഒരിക്കലും വീഡിയോ കാണുകയാണ്. ഞാൻ കാണുമ്പോൾ ഇദ്ദേഹം വയ്യാതെ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഉല്ലാസ് ചേട്ടൻ 2013 ഞാനൊരു സ്റ്റേജ് ഷോ ചെയ്തപ്പോൾ ആ സ്റ്റേജ് ഷോയുടെ ഡബ്ബിങ്ങിന് വേണ്ടി മാത്രം എനിക്ക് വേണ്ടി വന്ന് ഡബ് ചെയ്ത് പോയിട്ടുണ്ട്. ഗോകുലത്തിന് വേണ്ടി ഞാൻ ഒരു സ്റ്റേജ് ഷോ ചെയ്തപ്പോൾ ആ വർഷം തന്നെ ഞാൻ ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് ഞാൻ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പേരറിയാത്തവർ എന്ന് പറയുന്ന പടത്തിൽ ഈ ഉല്ലാസ് ചേട്ടനെ വിളിച്ച് ഞാനൊരു വേഷത്തിന് വേണ്ടിയിട്ട് സജഷൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ അങ്ങനെ കണ്ടിട്ട് പോലുമില്ല. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. വർഷങ്ങൾക്കിപ്പുറം ഞാൻ അദ്ദേഹത്തിന്റെ ഈ വീഡിയോ കാണുമ്പോൾ ഒരിക്കൽ പ്രേക്ഷകരെ രസിപ്പിച്ച, ഒരിക്കൽ എന്നെ ചിരിപ്പിച്ച ഒരു കലാകാരന് വയ്യാത്ത ഒരവസ്ഥ കാണുന്നു. ഞാൻ ആ സ്പോട്ടിൽ അദ്ദേഹത്തിന് ഒരു 10,000 രൂപ അയച്ചു കൊടുത്തിട്ട് ഞാൻ വന്ന നമ്പർ എൻ്റെ ഉണ്ടായിട്ട് ഞാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, ഉല്ലാസേട്ടാ ഇതേപോലെ ഒരു ചെറിയ സഹായം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇത് മെസ്സേജ് അയച്ചതിന് ശേഷം ഞാൻ കൊട്ടാരക്കര നാട്ടിലേക്ക് പോകുന്നു, അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുന്നു. എനിക്ക് ഇതേ കാര്യം വേണമെങ്കിൽ 10,000-ന്റെ ഒരു 100 കെട്ടുകളുമായിട്ട്
ഇത് ആൾക്കാരെയൊക്കെ കാണിച്ച് രണ്ട് കയ്യിലും കെട്ടുമൊക്കെ എടുത്ത് വെച്ച് ഉല്ലാസേട്ടൻ്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് മറ്റേ വീഡിയോ ഇട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കയറ്റി അദ്ദേഹത്തെ പോയി കണ്ട് കെട്ടിപ്പിടിച്ച് ചേട്ടാ ഇതാണ് എൻ്റെ വക ഒരു സഹായം ഇരിക്കട്ടെ ചേട്ടാ എന്ന് പറഞ്ഞ് കാണിച്ച് ഞാനൊരു റീലിട്ട് അലകിന്മാരും നന്മയുള്ളവനാണ്. ഇത് ഒരു ഇത് പറയേണ്ടി വരുന്നത് ഞാൻ നിങ്ങൾക്കറിയാവുന്ന ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ പേര് പറയുന്നത്. എൻ്റെ നാട്ടിലുള്ള മനുഷ്യരുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഇതേപോലെ എൻ്റെ ഫോൺ എടുത്ത് നോക്കിയാൽ ആ ഫോണിൽ നിങ്ങൾക്ക് ഞാനൊരു 100 കണക്കിന് സ്ക്രീൻഷോട്ടുകൾ ഞാൻ തരാം. ഈ കഴിഞ്ഞ 10 ദിവസം മുൻപും യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹി എൻ്റെ അടുത്ത് ഒരു ചെറിയൊരു എമൗണ്ട് ചോദിച്ച് എന്നെ ബന്ധപ്പെട്ടു. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം എന്താന്ന് വെച്ചാൽ എന്നെ എന്തുകൊണ്ടായിരിക്കും വിളിക്കുന്നത്? പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ടല്ലേ. അവന്റെ പാർട്ടിയിലുള്ള അവിടെ മത്സരിക്കുന്ന ഒരാളോട് ചോദിക്കാതെ അവന്റെ പാർട്ടി വിട്ടുപോയ ഒരാളോട് ചോദിച്ചിട്ട് അണ്ണനോട് ചോദിക്കുമ്പം ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നെ ഭയങ്കരമായി വിമർശിച്ച ഒരു ആങ്കർ ഉണ്ട്, നിങ്ങൾക്ക് അറിയുമെന്ന് അറിയത്തില്ല, അനീഷ് ഖാൻ എന്നാണ് പേര്. അപ്പം അനീഷ് ഖാൻ എൻ്റെ പഴയ സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ചാണെങ്കിൽ ബിഗ് ബോസിന് ശേഷം അനീഷ് വിളിച്ച ഇന്റർവ്യൂ ഒന്നും ഞാൻ കൊടുത്തില്ല. ഞാൻ ഈ കാശ് മേടിച്ച് ഇന്റർവ്യൂ കൊടുക്കുന്ന ആളായതുകൊണ്ട്. അങ്ങനെ ഈ അനീഷും കൊട്ടാരക്കര എൻ്റെ മറ്റൊരു സുഹൃത്ത് ഒരു ഷിജു പടിഞ്ഞാറ്റിങ്ങരയുണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് എനിക്കെതിരെ വളരെ മോശമായിട്ട് സംസാരിച്ച വീഡിയോസ് ഒക്കെ ഇവർ ഇട്ടിട്ടുണ്ട്. നാളുകൾ കുറെ കഴിഞ്ഞു. ഞാനിതൊന്നും ആർക്കെതിരെ ഒന്നും പറയാനൊന്നും പോയിട്ടൊന്നുമില്ല. കുറെ നാൾ കഴിഞ്ഞിട്ട് അനീഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ മോള് സുഖമില്ലാതെ ഹോസ്പിറ്റലാണ്, നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ അപ്പൊ തന്നെ അവന് ഈ സെയിം പറഞ്ഞൊരു എമൗണ്ട് ഞാൻ അയച്ചു കൊടുത്തു. അപ്പൊ എനിക്കത് തോന്നി. ഞാൻ അവനോട് പറഞ്ഞത് ഇതാണ്, നിനക്ക് എന്നെ വിളിക്കാൻ തോന്നിയില്ലേ? അതേസമയം നീ എന്നെ വിമർശിച്ചു, നീ എന്നെ കുറ്റപ്പെടുത്തി, ഈ അഖിൽ വിളിച്ച ഫോൺ എടുക്കുമോ, അല്ലെങ്കിൽ അവനോട് ചോദിക്കുന്നത് മോശമാണോ? ആ ചിന്ത നിനക്ക് വരാഞ്ഞത് നിനക്ക് എന്നിലുള്ളൊരു വിശ്വാസം കൊണ്ടല്ലേ. അതാണ് ഞാൻ തിരിച്ചു ചെയ്യുന്നത്. അയാൾ എന്നെ ആക്ഷേപിച്ച ഒരാളെന്ന നിലയ്ക്കൊന്നും അല്ല. ഇപ്പം അവിടെ സഹായിക്കുമ്പോൾ ജാതി നോക്കിയിട്ടില്ല, മതം നോക്കിയിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല. ഇത് ഇപ്പം ദൈവം ഇത് സമൂഹം ഇപ്പൊ ഈ കേൾക്കുന്നവരും ഞാൻ സത്യത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര വിഷമം പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഇത് കാണിക്കാത്തത് കൊണ്ട് നിങ്ങൾ എന്നെ തിരിച്ചറിയാതെ പോകുന്നുണ്ടല്ലോ. ഇത് സമൂഹം എന്താ ഇങ്ങനെ ആയിപ്പോയത്? ഒരാള് ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം 2 ദിവസം മുന്നേ എൻ്റെ ഫ്ലാറ്റിന്റെ കെയർ ടേക്കർ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഇങ്ങനെ പ്ലംബിങ് ഒരു പ്ലംബറെ എന്താ കൊണ്ടുവരാഞ്ഞെന്ന് ചോദിച്ചു. അയ്യോ സാറേ, ഞാൻ പോകുന്ന വഴിക്ക് ബൈക്കിൽ നിന്ന് വീണു എന്ന് പറഞ്ഞു. പുള്ളി ഇതേ പറഞ്ഞോളൂ. ഞാൻ ആ സ്പോട്ടിൽ ഒരു എമൗണ്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പുള്ളി പറഞ്ഞു, സാറേ ഞാൻ പൈസയ്ക്ക് പറഞ്ഞല്ല, ഞാൻ ഇതിന്റെ കാര്യം സാറ് പറഞ്ഞത് ചെയ്യാഞ്ഞുകൊണ്ടാണ്. ഇത് പൈസ ഉണ്ടായതുകൊണ്ടല്ല. പൈസ നമ്മുടെ കയ്യിലൊക്കെ വളരെ കുറവാണ്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള പൈസയുടെ 1% അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ഒരുത്തിനൊരു പ്രശ്നം പറയുമ്പം അവനെ ഞാൻ മോട്ടിവേഷൻ കൊടുത്തതുകൊണ്ടോ ഉപദേശം കൊടുക്കുന്നതോ അർത്ഥമില്ല. അവനവിടെ പൈസയാണ് ആവശ്യമെങ്കിൽ അവനെ ഞാൻ സാമ്പത്തികമായിട്ട് അങ്ങനെ സഹായിക്കുക. അവൻ അതേസമയം ഒരു പോലീസ് ഓഫീസർ അവനോട് മോശമായി പെരുമാറിയാൽ ആ പോലീസ് ഓഫീസറോട് പോയി കയർത്ത് സംസാരിക്കുക. ഇപ്പം ബിഗ് ബോസിലെ നന്ദന, അവള് എന്തുവാ മറ്റേ ഒരു സ്ത്രീ ഇവൾക്കെതിരെ ഭയങ്കര മോശമായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്തത് ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ ഞാൻ പരാതി കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഓക്കെ നീ കൊടുത്ത. പക്ഷേ എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ ഇവരുടെ ഒന്നും പേര് പോലും ഞാൻ പറഞ്ഞ് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നീ അങ്ങനെ പറഞ്ഞ് നീ കൊടുത്ത മോളെ സപ്പോർട്ട് ചെയ്യുക. അവളൊരു 4 ദിവസം കഴിഞ്ഞ് എനിക്ക് മെസ്സേജ്, ചേട്ടാ പരാതി കൊടുത്തിട്ട് ഈ പോലീസ് ഓഫീസർ തന്നെ തിരിച്ചു വിളിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നീ അയാളുടെ നമ്പർ എനിക്കൊന്ന് അയക്കാൻ പറഞ്ഞു. അയാൾ എനിക്ക് നമ്പർ അയച്ചു. ഞാൻ വിളിച്ചു. ഞാൻ തുടർച്ചയായിട്ട് വിളിച്ചു, ഇയാൾ ഫോൺ എടുക്കുന്നില്ല. 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് ഞാൻ വിളിച്ചു, ഇയാൾ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ 4ാമത്തെ ദിവസം ഇയാൾ ഫോൺ എടുത്തു. ഞാൻ ഫോൺ എടുത്ത് വായിച്ചു വെച്ചു. ഞാൻ പറഞ്ഞു, ഇയാൾക്ക് ഇയാൾ ഈ ഫോൺ നമ്പർ ഇയാളുടെ പെണ്ണുമ്പുള്ള മേടിച്ചു തന്നെയാണോ, അതോ ഇത് ഗവൺമെന്റിന്റെ നമ്പറാണോ? അപ്പം ഒരു SI ആണ് ഇയാൾ, ഒരു തൃശ്ശൂർ സൈബർ സ്റ്റേഷനിൽ ഒരു SI ആണ്. അപ്പൊ ഇയാളുടെ പൊട്ടനെ പോലെ സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എടോ താൻ എനിക്ക് ഈ ഒരു പ്രശ്നം പറയാനാണ് വിളിച്ചത്, താൻ ഒരു PSC പരീക്ഷ എഴുതിയാണോ ഇയാൾ ജോലിക്ക് കയറിയത്? അതുപോലെ പൊട്ടന ഒരു പെൺകുട്ടി വന്നിട്ട് അവളെ വളരെ മോശമാക്കി ചിത്രീകരിച്ച ഒരു പർട്ടിക്കുലർ വിഷയത്തിന് കംപ്ലൈന്റ് കൊടുത്തിട്ട് ഈ പോലീസ് ഓഫീസറുടെ സമീപനം ഇതാണ്. അയാൾ വേണമെന്നൊക്കെ തിരക്കായിരുന്നു, വിട്ടുപോയി സാറേ, അങ്ങനെ സാറേ, മറ്റേ സാറേ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എന്തൊക്കെയോ ന്യായം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സുഹൃത്തെ, ഞാൻ കഥ പറയാൻ തന്നെ വിളിച്ചതല്ല. ഇത് നിരന്തരം ഫോൺ എടുക്കാത്തത് കൊണ്ട് ഈ പ്രശ്നം ഒന്ന് അഡ്രസ്സ് ചെയ്യാനും ഞാൻ സുരേഷ് ഗോപിയോട് പറഞ്ഞു ഒന്ന് വിളിക്കാം. അദ്ദേഹം വിളിച്ചപ്പോഴും നിങ്ങൾ ഫോൺ എടുത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ ഇത് എനിക്ക് അധികാരമുള്ളൊരു പൊസിഷനിലായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവന് 1 മണിക്കൂർ ആ ഓഫീസിൽ ഇരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. പണ്ട് എൻ്റെ നാട്ടിലെ പഞ്ചായത്ത് സെക്രട്ടറി ഇത് ചെയ്ത സമയത്ത് ആ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ അതിനകത്ത് കയറി ആളെ പൂട്ടിയിട്ട ഒരാളാണ് ഞാൻ. അധികാരത്തിലിരിക്കുന്ന ഒരുവന്, പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റ് സർവന്റിന്, സാധാരണക്കാരനോട് നീതി പുലർത്താത്ത രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്ന ഒരു തോന്നലുണ്ടല്ലോ. ഇതിങ്ങനെ എനിക്ക് തകട്ടി വരും. പക്ഷെ നീ ആരാണെന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം കുറഞ്ഞ പക്ഷം 4 പേര് അറിയുന്നൊരുത്തനായതുകൊണ്ടാണ് ഇങ്ങനെങ്കിലും കുറച്ച് കാര്യങ്ങൾ കയറി ഇടപെടുന്നത്. അപ്പൊ അതിന് ഒരു അവസരം ലഭിക്കാൻ വേണ്ടി മാത്രമാണ് എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയം. ഓക്കെ. ഇപ്പം ഈ കഴിഞ്ഞിടെ കൊടുത്ത, എനിക്ക് അഖിലേട്ടൻ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ഒരു കമന്റ് വായിച്ചതാണ്. ഇത്രയൊക്കെ പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ട് വയനാട് 2 വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായി, കടന്ന് തള്ളുന്നുണ്ട്. ഞാൻ ഒരു കമന്റ് മാത്രമാണ് കണ്ടത്. അഖിലേട്ടൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വീഡിയോ ഒന്നും കണ്ടില്ല. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്തായാലും ജനങ്ങളും കൂടെ അറിയണല്ലോ. ആ കമന്റ് കുറെ പേര് കണ്ടിട്ടുണ്ട്. ഇത് പ്രശ്നം വരുന്നത്, ഒന്ന്, നമ്മൾ വയനാട്
വയനാട്ടിലൊരു ദുരന്തം വരുന്നു. പിറ്റേ ദിവസം മുഖ്യമന്ത്രി പണം പിരിക്കാൻ വേണ്ടിയിട്ട് പത്രസമ്മേളനം നടത്തുന്നു. അപ്പൊ ഞാൻ ഇന്നലകളിൽ തന്നെ ഈ പ്രളയം വന്ന സമയത്തും ഈ സർക്കാർ വരുത്തി തീർത്ത പ്രളയമായിരുന്നു എന്നുള്ള കാര്യം പലപ്പോഴും പ്രതിപക്ഷം പോലും മറന്നുപോയി. ഒരിക്കലും മഴ പെയ്ത് കേരളത്തിൽ വെള്ളം പൊങ്ങി ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. പ്രാക്ടിക്കലി നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പൊ എന്തുകൊണ്ടാണ് ഡാം മിസ്മാനേജ്മെന്റ് ആയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഡാം തുറന്നു വിട്ട് കേരളത്തെ മൊത്തം വെള്ളത്തിൽ ആഴ്ത്തിയിട്ട് ഈ ദുരന്തത്തിന്റെ പേരിൽ 5000 കോടി പിരിച്ചു വെച്ചതിന് ശേഷം ഇയാൾ വലിയ ദുരന്ത നായകനാണെന്നാണ് പറയുന്നത്. ദുരന്തം ഉണ്ടാക്കിയ നായകനാണ് പിണറായി വിജയൻ. പിണറായി വിജയനും എം എം മണിയും കൂടെ ചേർന്ന് ഈ നാട്ടിൽ പ്രളയം സൃഷ്ടിച്ചതാണ്. അതിന്റെ എല്ലാ പഠനങ്ങളും അതായിരുന്നു വ്യക്തമാക്കിയത്. അല്ലാതെ കേരളത്തിൽ മഴ എന്ന് പറയുന്നത് കഴിഞ്ഞ 100-150 വർഷമായി മഴയുണ്ട്. ഈ മഴ പിന്നെ രണ്ടാമത്തെ ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ വെള്ളം ഒഴുകി പോകാൻ പറ്റാത്ത രീതിയിൽ നഗരങ്ങളിൽ കൃത്യമായ കാര്യങ്ങൾ ഡ്രൈനേജ് സിസ്റ്റം കറക്റ്റായിട്ട് ചെയ്തില്ല. അപ്പൊ ഈ പ്രളയം സർക്കാർ സൃഷ്ടിച്ച പ്രളയമാണ്. എന്നിട്ട് പ്രളയം പ്രകൃതി സൃഷ്ടിച്ചതാണെന്ന് വരുത്തി തീർത്തു. മനുഷ്യനുണ്ടാക്കി വെച്ച ദുരന്തത്തിന് പ്രകൃതിയെ കുറ്റം പറഞ്ഞതിന് ശേഷം നാട്ടുകാരെ കയ്യിൽ നിന്ന് രക്ഷകനാകാൻ വേണ്ടി 5000 കോടി രൂപ പിരിച്ച് ദുരിതാശ്വാസ നിധിയിൽ വെച്ചിട്ട് ഇത് കൃത്യമായിട്ട് വിനിയോഗിക്കാതെ കണക്കുകൾ പബ്ലിഷ്, വെബ്സൈറ്റിൽ കണക്കുകൾ പോലുമില്ല. നമ്മൾ വെബ്സൈറ്റ് നോക്കുമ്പോഴത്തേക്കും ഒരു വ്യക്തതയില്ല ഒരു കാര്യത്തിനും. ജനത്തിന്റെ കയ്യിൽ നിന്ന് പിരിച്ച പണത്തിന് നിന്റെ നാട്ടിൽ ഒരു ക്ലബ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു NSS കരയോഗം ഉണ്ടെങ്കിൽ, SNDP ശാഖ ഉണ്ടെങ്കിൽ, അവരൊരു ഓണത്തിനൊരു പരിപാടി നടത്തിയിട്ട് നാട്ടുകാരെ കയ്യിൽ നിന്ന് പണം പിരിച്ചാൽ, അല്ലെങ്കിൽ അമ്പലത്തിലെ ഒരു ഉത്സവ കമ്മിറ്റി പണം പിരിച്ചാൽ, അവരാദ്യം കാണിക്കുന്ന മര്യാദ ഒരു മാസത്തിനുള്ളിൽ വരവ് ചെലവ് കണക്കുകൾ എന്ന് പറഞ്ഞിട്ട് ഇത് പ്രസിദ്ധീകരിച്ച് പണം പിരിച്ച ആൾക്കാരെ കാണിക്കും. ഇത് നാട്ടിലെ ഒരു ക്ലബ്ബ് മുതൽ ഏതൊരു സംഘടന ചെയ്യുന്നതാണ്. ഈ സർക്കാർ 5000 കോടി രൂപ പിരിച്ചിട്ട് ഒരു മനുഷ്യനോട് ഇത് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല പല വഴിയിലൂടെ ഇത് ഉടായ്പ് കാണിച്ചു വെച്ചു. അതുകൊണ്ടാണ് വയനാട്ടിൽ വന്നപ്പോൾ ഞാൻ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചത്. ദുരന്തത്തെ ഇവർ വിറ്റ് കാശാക്കും. ജനം പണം കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എതിർത്തിട്ട് പണം കൊടുത്താലുള്ള ഗുണം, ഇത്രയും പേര് ഇത് അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയെങ്കിലും നല്ലത് ചെയ്യണം എന്ന ചിന്ത ഒന്ന് വരും. അപ്പോൾ ഞാൻ നേരിട്ട് അതായത് ഞാൻ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രം ഞാൻ പറഞ്ഞു. പകരം എന്നാൽ കഴിയാവുന്ന സഹായം അവിടെ ചെയ്യും. അവിടെ എന്റെ കുറച്ച് സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വീട് വെച്ച് കൊടുക്കാം. നമ്മുടെ നാട്ടിൽ കൊല്ലം ജില്ലയിൽ, അതായത് അന്ന് വയനാട്ടിൽ ഇത്രയും പ്രശ്നം വന്നപ്പോൾ ഒറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത ആ ഒരു ദുരന്ത ഭൂമിയിൽ തന്നെ താമസിക്കുമോ എന്നൊരു ചിന്ത കൊണ്ട് ഇനി ആരെങ്കിലുമൊക്കെ അവിടെ നിന്ന് മാറി. ഇപ്പൊ നമുക്കായാലും നമ്മളിപ്പോ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ചിരിച്ചു കളിച്ച് നടന്ന മനുഷ്യർ, നമ്മുടെ ചുറ്റും ഓടിക്കളിച്ചവരൊന്നും ഇല്ലാത്തൊരു പ്രദേശത്തൊരു വേക്കൻസി സ്പേസ് അനുഭവപ്പെടുമ്പോൾ അവിടെ തന്നെ താമസിക്കാൻ നമുക്ക് തോന്നത്തില്ലല്ലോ. അപ്പൊ ഞാൻ കരുതി അങ്ങനെ മാറി വരാൻ താല്പര്യമുള്ളവർക്ക് കൊല്ലം ജില്ലയിൽ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു 10-60 സെന്റ് സ്ഥലം കിടപ്പുണ്ടായിരുന്നു. അവൻ അതില് വീട് വെച്ചോടാന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ നാട്ടിലുള്ള സിമെന്റ് കാല് അല്ലെങ്കിൽ കട്ട കമ്പനിക്കാർ ഇവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പം ഞാൻ വ്യക്തിപരമായിട്ട് ഒരു 5-10 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് എടുത്താൽ ബാക്കി സഹായങ്ങൾ ചെയ്യാൻ എനിക്ക് പലരും തയ്യാറായിരുന്നു. അപ്പൊ 2-3 വീടുകൾ വരെ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ തന്നെയാണ് എഴുതുന്നത്. കൊല്ലത്ത് വന്നാൽ ചെയ്തു കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി വന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറുപടിയും മറ്റും പറയുന്നു. സർക്കാർ കൃത്യമായിട്ട് കണക്കുകൾ കാണിക്കും, കാര്യങ്ങൾ ചെയ്യും, അത് ചെയ്യും. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ജനാധിപത്യപരമായിട്ടൊരു മുഖ്യമന്ത്രി കാണിച്ചൊരു മര്യാദയാണ്. പൊതുജനം ഉയർത്തിയ വിഷയങ്ങളിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വന്ന രോഷങ്ങളിൽ അദ്ദേഹം മറുപടി പറയാൻ മാന്യത കാണിച്ചു. വയനാട്ടിൽ ഇന്ന നല്ല കാര്യങ്ങൾ ചെയ്യും, ജനത്തിന് എന്നെ വിശ്വസിച്ച് പൈസ തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ഞാനും നിങ്ങൾക്ക് തരാം. കാര്യം നമ്മുടെ ലക്ഷ്യം ഞാൻ വെച്ചു കൊടുത്താലും സർക്കാർ വെച്ചു കൊടുത്താലും അവിടുത്തെ ജനതയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ്. സർക്കാർ ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ചെയ്തു കൊടുക്കാൻ അവിടെ തയ്യാറുമാണ്. എന്റെ മറ്റൊരു സുഹൃത്തായ മന്നത്ത് ഗ്രൂപ്പിലെ ഉണ്ണികൃഷ്ണനും ആ സമയത്ത് എന്നോട് പറഞ്ഞു, 3 വീട് വെച്ച് അഖിലെ ഞാൻ വെച്ച് തരാം, അഖില് മുന്നിൽ നിന്നും നമ്മൾ ആ വീട് വെച്ച് തരാം. അങ്ങനെ വയനാട്ടിൽ ഈ പ്രശ്നങ്ങളെല്ലാം കഴിയുന്നു. വയനാട്ടിൽ 760ഓളം കോടി രൂപ വയനാടിനായി പിരിക്കപ്പെടുന്നു. ഇനി സർക്കാർ ചെയ്ത അടുത്ത പണി, ഇനി എന്തുകൊണ്ടും അവിടെ എനിക്കെന്നല്ല മറ്റൊരാൾക്കും വീട് വെച്ച് കൊടുക്കാൻ പറ്റാതെ പോയതിന്റെ കാരണവും ഈ പിണറായി വിജയനാണ്. കാരണം 100 വീട് വെച്ച് കൊടുക്കാം എന്ന് ഗോകുലം പറഞ്ഞു. 100 വീട് റിപ്പോർട്ടർ ചാനലുകാർ പറഞ്ഞത് എന്തോ ടൗൺഷിപ്പ് തന്നെ അവിടെ ഫുള്ളായിട്ട് നമ്മൾ ഉണ്ടാക്കാമെന്നുള്ളതാണ്. 100 വീട് വെച്ച് കൊടുക്കാമെന്ന് ബോബി ചെമ്മണ്ണൂര് പറഞ്ഞു. 100 വീട് വെച്ച് കൊടുക്കാമെന്ന് ഇന്ത്യൻ മലയാളി അസോസിയേഷനോ മറ്റോ പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 650-700 വീടുകൾ കോൺഗ്രസ് പറഞ്ഞതും പൊളിറ്റിക്കൽ പാർട്ടികൾ പറഞ്ഞതും എല്ലാം ഞാൻ മാറ്റിവെക്കുകയാണ്. മുസ്ലിം ലീഗ് പറഞ്ഞതൊക്കെ മാറ്റിവെക്കുകയാണ്. പുറമേ നിന്നുള്ള സംഘടനകൾ, വ്യക്തികൾ, യൂസഫ് അലി, ലുലു ഗ്രൂപ്പ് 100 വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു. KG എബ്രഹാം, നമ്മുടെ ക്രൗൺ പ്ലാസയുടെ ഒക്കെ ഓണർ, അദ്ദേഹം 50 വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു. 25 വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ 5 വീട് 10 വീട് വെച്ച് കൊടുക്കാന്ന് ധാരാളം ആൾക്കാർ. അതുപോലെ ആ കൂട്ടത്തിൽ ഏറ്റവും താഴെ കിടക്കുകയാണ് നമ്മളൊക്കെ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ 4 ഇതുവരെ കണ്ടു ഇവരാരെങ്കിലും വെച്ച് കൊടുത്തത് വീട്? ഇവരാരും അവിടെ വീട് വെച്ച് കൊടുത്തിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവിടെ സ്ഥലം ലഭ്യമാക്കി തരേണ്ട ഉത്തരവാദിത്വം അവിടുത്തെ ജില്ലാ കളക്ടറിനാണ്. 2, സാധാരണ ഒരു നാട്ടിലൊരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഓഫർ ചെയ്യും, ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റിയിലിരിക്കുന്ന അവരെന്ത് ചെയ്യണം? ഇവരെ എല്ലാം വിളിച്ച് ഇവരുടെ സഹായം സ്വീകരിക്കണം. സർക്കാർ എന്താ ചെയ്തതെന്നറിയാവോ? ഇതിൽ 100 വീട് വെച്ച് കൊടുക്കാവുന്നവരോട് പറഞ്ഞു 20 കോടി തരാൻ.
നിങ്ങൾ വീടൊന്നും വെച്ച് കൊടുക്കണ്ട, ഈ ഒരു വീടിന് 20 ലക്ഷം രൂപ വെച്ച് 20 കോടി ഇനി ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് തന്നാൽ മതി, മുഖ്യമന്ത്രി കനപ്പിച്ചോളാന്ന് പറഞ്ഞു. അത് ക്രെഡിറ്റ് ഇവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവൻ വെച്ചു കൊടുക്കുന്ന ആരും അറിയത്തില്ല. എനിക്കൊന്ന് യൂസഫലി കൊടുത്തെന്ന് തോന്നുന്നു പൈസ അങ്ങനെ ഡയറക്റ്റ്. അങ്ങനെ ഈ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞ ആൾക്കാരോടെല്ലാം സർക്കാർ പണം ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതാരും തയ്യാറായില്ല. സർക്കാരിന് പണം കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മളിത് നേരിട്ട് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ കളക്ടർ അവിടെ സ്ഥലം നമുക്ക് ഏത് പ്രദേശത്ത് ഏത് സ്ഥലം എടുക്കണം, ഞാൻ വയനാട്ടിൽ നേരിട്ട് പോയി അവിടുത്തെ ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിച്ചു. സ്ഥലം വിട്ടുതരാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വീട് വെച്ച് തരാനുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊസീഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ സർക്കാർ എന്ത് ചെയ്തു, ഈ ആൾക്കാരെ വീടിന് എണ്ണം എടുത്തു. പിന്നെ 760 കോടി നാട്ടുകാരിൽ നിന്ന് പിരിച്ച പണം സർക്കാരിന്റെ ഇരിക്കുക. നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് 10 പൈസ പിരിച്ചിട്ടുള്ള കാര്യമല്ല പറഞ്ഞത്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ, അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭാവിയിൽ പ്രയോജനപ്പെടേണ്ട പൈസ സമൂഹത്തിൽ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ദുരിതാശ്വാസത്തിൽ 1 ലക്ഷം രൂപയും കൊടുത്തിട്ടും നിൽക്കുകയാണ്. പക്ഷെ ഗവൺമെന്റിനെ സംബന്ധിച്ച് ജനങ്ങളുടെ ഈ ദുരന്തത്തെ അവർക്ക് വോട്ടാക്കി മാറ്റണം. അതിന് അവർ വയനാട്ടിൽ ഒരു ടൗൺഷിപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് കാണിക്കുകയാണ്. എന്തിനാണ്? നാട്ടുകാരെ നിന്ന് പണം പിരിച്ചിട്ട് പാവപ്പെട്ടൊരു വീട് വെച്ച് കൊടുത്തിട്ട് മമ്മൂക്കെ വിളിച്ച് കാണിക്കേണ്ട കാര്യം എന്താണ്? സാധാരണ ദുരന്തഭൂമി വിസിറ്റ് ചെയ്ത് ദുരന്തഭൂമിയിലാണ് നമ്മൾ പോകുന്നത്. ദുരന്തത്തിൽ പെട്ടുകിടക്കുന്ന മനുഷ്യന്റെ വേദനയിൽ ഒപ്പം നിൽക്കാനാണ് പോകുന്നത്. അല്ലാതെ 1.5 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു സ്മാരകം പണിഞ്ഞ് ഞങ്ങൾ നാട്ടുകാരനെ നിന്ന് പണം പിരിച്ച് ഞങ്ങളവിടെ വീട് വെച്ച് കൊടുത്തത് എങ്ങനെയാണ് ഇവരുടെ ക്രെഡിറ്റ് ആയിട്ട് മാറുന്നത്? ബാക്കി പണം നിങ്ങൾ എന്തോ ചെയ്തു? അതിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ സാസ്കി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇവർ പലതും ചെയ്തേക്കുന്നത്. 8 ലക്ഷം രൂപ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ഇവർ കൊടുത്തെന്ന് പറഞ്ഞു. ഈ 8 ലക്ഷം രൂപ യഥാർത്ഥത്തിൽ കൊടുത്തതിൽ 2 ലക്ഷം രൂപയുള്ളൂ ദുരിതാശ്വാസ നിധിയിൽ, 4 ലക്ഷം രൂപ സാസ്കി ഫണ്ടാണ്, 2 ലക്ഷം രൂപ പ്രൈം മിനിസ്റ്റർ ഫണ്ടാണ്. ഇതൊന്നും ഇവർ പറയുന്നില്ല. കേന്ദ്രം കൊടുത്തേക്കുന്ന 550 കോടി രൂപയുടെ പദ്ധതി വയനാട് കളക്ടർ വന്നിരുന്ന് പ്രഖ്യാപിച്ചിട്ട് ഇത് അവരുടെ ഗ്രൂപ്പിലിട്ട സമയത്ത് സർക്കാർ വിളിച്ചു പറഞ്ഞു അത് റിമൂവ് ചെയ്യാൻ. ആ ലിങ്ക് റിമൂവ് ചെയ്ത് കളഞ്ഞു ഈ വയനാട് കളക്ടറുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന്. കാരണം ഇത് കേന്ദ്ര സർക്കാരിന്റെ പൈസയാണ്. ഇന്ന് ചുമ്മാതെ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കൂ, സാസ്കി പദ്ധതി പ്രകാരം എത്ര രൂപയ്ക്ക് വയനാടിന് സഹായം കൊടുത്തിട്ടുണ്ടെന്ന്. പിന്നെ കടമായിട്ട് വേറെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കടം കൊടുത്തിട്ടുണ്ട്. ഈ കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പിണറായി വിജയൻ കുടുംബത്തിൽ നിന്ന് അടയ്ക്കേണ്ട പൈസ അല്ലല്ലോ, കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് അടയ്ക്കേണ്ടതല്ലേ. അത് പലിശയില്ല, 50 വർഷം കഴിഞ്ഞ് അടച്ചാൽ മതി. പക്ഷെ ഈ പൈസ ആരാ കൈകാര്യം ചെയ്യുന്നത്? ഇപ്പൊ സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ? ഒരിക്കലും അല്ലെന്ന്. നിങ്ങൾ എന്താ മമ്മൂക്ക സ്വന്തം ഇഷ്ടപ്രകാരം എങ്കിൽ പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ വയനാട്ടിൽ പ്രശ്നം നടക്കുന്ന സ്ഥലത്താണ് ഇവരൊക്കെ പോകേണ്ടത്. മോഹൻലാൽ സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഇന്റർവ്യൂ കൊടുക്കാൻ പോകുന്നത്? പണം കൊടുക്കും. PR വർക്കിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഇവർക്കെല്ലാം പണം നൽകിയിട്ട് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യം ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ഒരു സെലിബ്രിറ്റിയുടെ വില എന്നുള്ളതാണ്. ഇവിടെ നമ്മളൊക്കെ പറയും മഹാനടൻ എന്നൊക്കെ പറഞ്ഞ് ആരാധിക്കുന്ന ഒരു വിഭാഗം ജനത നമുക്കിവിടെ ഉള്ളപ്പോൾ ഒരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞപ്പോഴത്തേക്ക് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു. അപ്പൊ ഈ പ്രശ്നം കാരണം വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കാൻ ഇനി ആര് തീരുമാനിച്ചാലും വയനാട്ടിലേക്ക് വെറുതെ പോയിട്ട് എവിടെങ്കിലും വീട് വെച്ച് കൊടുക്കാൻ പറ്റുമോ? ഇനി അവിടുത്തെ ജനതയ്ക്ക് സർക്കാർ പിരിച്ച പണത്തിന് വീട് അർഹമായിട്ടുള്ളവർക്കൊക്കെ 450ഓളം കുടുംബങ്ങൾക്ക് ഇവർ കൊടുത്തെന്ന് പറഞ്ഞു, 100ഓളം കുടുംബങ്ങൾക്ക് മുസ്ലിം ലീഗ് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പൊ ആവശ്യമുണ്ടെങ്കിലല്ലേ ചെയ്യേണ്ടത്? വയനാട്ടിൽ അവിടെ ആവശ്യമുള്ള ഒരാളില്ലാത്ത എൻ്റെ നാട്ടിലോ മറ്റൊരു സ്ഥലത്തോ ഇതേ പൈസ തന്നെയാണ് ഞാൻ എടുത്ത് മറ്റുള്ളവർക്ക് 10,000 രൂപയും മറ്റും വെച്ചിട്ട് ധാരാളം പേർക്ക് നമ്മൾ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ അതേ പൈസ എടുത്തിട്ട് വയനാട്ടിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് എനിക്ക് ആൾക്കാർ മുമ്പ് ഷോ കാണിക്കാം. ഞാൻ അവിടെയും പ്രാക്ടിക്കലി ചിന്തിച്ചു, അവിടെ അർഹതപ്പെട്ടവൻ ഇപ്പോൾ ഇല്ല. അവിടെ ഗവൺമെന്റിന്റെ കയ്യിൽ ആവശ്യത്തിലധികം പൈസയുണ്ട്, കേന്ദ്ര സർക്കാർ കൊടുത്ത പൈസയുണ്ട്. പിന്നെ നാട്ടുകാരുടെ കയ്യിരിക്കുന്ന പൈസ എടുത്തിട്ട് അവന്റെ കൺമുന്നിൽ ദുരിതം അനുഭവിക്കുന്ന ഒരു മനുഷ്യന് കൊടുക്കുന്നതിനല്ലേ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? എന്നെ വിളിച്ചിട്ട് എൻ്റെ നാട്ടിലെ ഒരാൾക്ക് ആശുപത്രി കേസാണ്, ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞിന് സുഖമില്ലെന്ന് പറയുമ്പോൾ ഞാൻ അവന് കൊടുക്കണ്ടേ? അല്ലാതെ അവിടെ വേണ്ടാത്തൊരുത്തിന് കൊണ്ടിട്ട് ഈ പൈസ അവിടെ അങ്ങനെ ഞാൻ തമ്മിൽ ബിസിനസ്സും ചെയ്തോന്ന പൈസ ഉണ്ടാക്കുന്നു അല്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടുമ്പോൾ, പണ്ട് 100 രൂപയ്ക്ക് നെട്ടോട്ടം ഓടിയ ഒരുത്തിന് 1000 രൂപ കിട്ടിയപ്പം ഈ 1000 രൂപ കിട്ടിയവൻ വിചാരിച്ചു 200 രൂപ പാവത്തിന് കൊടുത്തേക്കാം, എൻ്റെ 800 മതിയല്ലോ എന്ന് ചിന്തിച്ചു. ഇത് 2010 എനിക്ക് ആദ്യമായി ജോലി കിട്ടിയപ്പോൾ ആ ജോലി കിട്ടുന്നതിന്റെ ശമ്പളം എടുത്ത് എൻ്റെ നാട്ടിലെ യുവജനവേദി, കരയോഗത്തിന്റെ യുവജനവേദി വഴി മാസം എല്ലാ പാവങ്ങൾക്കും നമുക്ക് എന്തെങ്കിലും ചെയ്യാം, എൻ്റെ വക 1000 രൂപ വെച്ചോ, നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന 50-100 വെച്ചിട്ട് എല്ലാ മാസവും നമുക്ക് ഈ നാട്ടിലെ പാവപ്പെട്ടവന് എന്തെങ്കിലും ഒരു 5 കിലോ അരിയെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതാണ് 2010. അതിൻ്റെയൊക്കെ ഫോട്ടോ ഇപ്പോഴും ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് അഖിലിന്റെ ഈ ചിന്ത ഇതൊക്കെ ഒരു ഇച്ചിരി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് വന്ന് തുടങ്ങിയപ്പോഴേ ചെയ്തതാണ്. എനിക്ക് അന്ന് 1000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ലക്ഷം രൂപയുടെ ഒരു ബൈക്ക് വേണമെങ്കിൽ എടുക്കാം. കാര്യം ഇത്ര CC അടയ്ക്കാൻ വേണ്ടി ഈ 1000 അതിനകത്തോട് ആഡ് ഓൺ ചെയ്താൽ മതി.
മാസ CC ഈ മാസം ഒരു പാവപ്പെട്ടന് കൊടുക്കാന്ന് പറഞ്ഞ പൈസ ഇല്ലേ, അതെ അതെ. ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ. ഞാൻ സത്യസായി സേവാ സമിതിയിൽ ഒരുപാട് കാലം പ്രവർത്തിച്ചതാ. അതിന്റെ കാര്യം എന്താ, അവരൊരുപാട് ചാരിറ്റി ചെയ്യുന്നവരാ, അവരൊരുപാട് പാവങ്ങളെ സഹായിക്കുന്നതാ. എല്ലാ ഞായറാഴ്ചകളിലും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കഞ്ഞി വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കഞ്ഞി വെച്ച് പാവങ്ങൾക്ക് കഞ്ഞി കൊണ്ട് കൊടുക്കുമായിരുന്നു അവിടെ കിടക്കുന്നവർക്ക്. ഞാനൊരിക്കൽ ആ സമയത്ത് സിനിമയിൽ വർക്ക് ചെയ്തപ്പോൾ സുരാജേട്ടനെയും കൊണ്ടുപോയിട്ട് ഈ കഞ്ഞി വിതരണത്തിന്റെ ഭാഗം ഞാൻ ആക്കിയിട്ടുണ്ട്. ഞാൻ ഒരു 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 250-ലധികം സോറി ഈ ഞങ്ങൾക്ക് പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കണം. അന്ന് സത്യസായി സേവാ സമിതിയുമായി ബന്ധപ്പെട്ട് പാവങ്ങൾ നമുക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി നമ്മളിലൊന്നും പൈസയില്ല. അപ്പൊ അതിന് നമ്മൾ ചെയ്ത പരിപാടി ഈ വിളമ്പ് എടുക്കും, കല്യാണത്തിനുള്ള വിളമ്പ്. അപ്പൊ അത് 10,000 രൂപ 7,500 രൂപ ആ റേഞ്ചിലൊക്കെ ആയിരിക്കും അന്ന് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ കൈ പൈസ ഇല്ലല്ലോ. അതിന് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വിളമ്പുകൾ മുഴുവൻ എടുത്ത് 500-600-ലധികമോ ഞങ്ങളുടെ ഈ വിളമ്പുകളിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്ത് വെച്ചിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇത് വെച്ചു കൊടുക്കും. അവിടെ വാനം വെട്ടാൻ പോകുന്നത് ഞാൻ ഉൾപ്പെടുന്ന എന്റെ സുഹൃത്തുക്കളാണ്. അതായത് ഈ കൽപ്പണിക്കാർ നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ്. അങ്ങനെ ഓരോ ജോലി നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഈ മറ്റേ തടി മുറിച്ചു കഴിഞ്ഞാൽ തടി ചുമന്നുകൊണ്ട് പോകുന്ന ഞങ്ങളാണ്. അങ്ങനെ എന്റെ ആ ഒരു സമയത്ത് എന്റെ മെയിൻ പരിപാടി ഇതൊക്കെ തന്നെ ആയിരുന്നു. അതിൽ നിന്ന് പതിയെ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വന്നു എന്നുള്ളതേ ഉള്ളൂ. അടിസ്ഥാനപരമായി ഒരു സാധാരണക്കാരന്റെ വേദന കാണുമ്പോൾ ആ വേദന എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും അവർക്ക് ചെയ്യണമെന്ന് തോന്നുന്നത്. ഇന്നും ഒരാൾ വിളിച്ചിട്ട് ഒരാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കാതെ കിടന്നുറങ്ങാൻ എനിക്ക് പറ്റത്തില്ല. ഭയങ്കര ഫ്രസ്ട്രേഷനാണ് എനിക്കത്. അത് ഭയങ്കര ഫ്രസ്ട്രേഷനാണ്. അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം നമ്മൾ ഡോപ്പമിൻ ഏറ്റവും കൂടുതൽ പമ്പ് ചെയ്യുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ, ഒരു പ്രശ്നം ഞാൻ ഇടപെട്ടത് പരിഹരിച്ചു കൊടുത്തിട്ട് ഒരുത്തന്റെ മുഖത്തൊരു സന്തോഷം വരുമ്പോഴത്തേക്ക് നമുക്ക് അത് ഏറ്റവും കൂടുതൽ ഡോപ്പാമിൻ കിട്ടുന്ന എവിടെയാണ്. അല്ലാതെ ഒരു സിനിമയിൽ അഭിനയിച്ച് സൂപ്പർ ഹിറ്റ് ആയെന്ന് പറഞ്ഞാലോ ബിഗ് ബോസിൽ അഭിനയിച്ച് ഇതൊന്നും എനിക്കൊരു എക്സൈറ്റ്മെന്റ് നൽകിയിട്ടേ ഇല്ല. പലപ്പോഴും ഇപ്പൊ സെറീന ഉൾപ്പെടുന്ന നമ്മുടെ പല സുഹൃത്തുക്കളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, മറ്റേ ഫ്ലാറ്റ് വെച്ചപ്പോൾ എന്താ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്തത്, അതല്ലെങ്കിൽ വണ്ടി എടുത്തപ്പോൾ എന്താ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. അപ്പൊ ഞാൻ ഇല്ല, എനിക്കൊരു എക്സൈറ്റ്മെന്റും ഇല്ല. കാര്യം ഇതൊന്നും അല്ല എന്നെ സന്തോഷിപ്പിക്കുന്നത്. അതേസമയം ഇപ്പൊ നമ്മളിപ്പം പുറത്തോട്ടിറങ്ങി പോന്നു, അവിടെ ഒരുത്തൻ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രശ്നത്തിൽ പെട്ട് കിടക്കുമ്പോൾ അവിടെ അവനെ എല്ലാവരും കൂടെ ചേർന്ന് ആക്രമിക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോയവന് വേണ്ടിയിട്ട് അവിടെ പോയി എന്ന് സംസാരിച്ച് അവനൊരു ധൈര്യം കൊടുത്ത് അവന്റെ മുഖത്തെ കണ്ണീര് തുടയ്ക്കുന്ന നിമിഷം നമുക്ക് കിട്ടുന്നൊരു സന്തോഷം എനിക്കൊരു ഫ്ലാറ്റ് വെച്ചാലും കിട്ടത്തില്ല. പിന്നെ ഇപ്പൊ എനിക്ക് പൈസ ഉണ്ടാക്കി മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഞാൻ ഒരിക്കലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരത്തില്ല. താനൊന്ന് കോമൺ സെൻസ് ചിന്തിച്ച് നോക്ക്. ഒരു ബെൻസ് കാറിൽ നടക്കുന്ന രാഷ്ട്രീയക്കാരനാവാൻ കേരളത്തിൽ പറ്റുമോ? കേരളത്തിലെ ജനത അതിനെ അംഗീകരിക്കൂ? കഴുത്തിൽ സ്വർണ്ണമാലയൊക്കെ ഇട്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്റെ കഴുത്തിലൊക്കെ മാലകളൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മറ്റേ ബ്രാൻഡഡ് ഡ്രസ്സുകൾ ഇട്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെ കാണാൻ പറ്റുമോ? അപ്പൊ ഇതെല്ലാം ഉപേക്ഷിക്കണമെങ്കിൽ എനിക്ക് ഏറ്റവും നല്ല മാർഗം ഞാൻ ഏറ്റവും സാധാരണക്കാരനായി മാറുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് എനിക്ക് രാഷ്ട്രീയം. അതായത് എനിക്ക് ഷോ കാണിക്കാൻ താല്പര്യമില്ല. ഞാൻ ഈ മേഖലയിൽ നിന്നാൽ എന്റെ ഈ വണ്ടി മാറി അടുത്ത വണ്ടി ഡിഫൻഡർ എടുക്കണം. കാര്യം എങ്കിലേ ഞാൻ സക്സസ് ആണോ ഒരുത്തം പറയൂ. അതാണ് ഈ പ്രശ്നമേ. ഇപ്പൊ ഞാൻ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ കയ്യിലുള്ള വാഹനം വിറ്റിട്ടൊരു സാധാ ചെറിയ വണ്ടി ഞാൻ എടുത്തെന്ന് വെച്ചോ, എടുത്ത വായിൽ സമൂഹവും ചുറ്റുമുള്ളവരും പറയും ഇപ്പൊ തെണ്ടിത്തിരിഞ്ഞ് നടക്കുക, മറ്റേതൊക്കെ അങ്ങ് വിറ്റ് ആണ്ടാ. ഇപ്പൊ ഞാൻ അവിടെ അത് വിറ്റിട്ട് ഞാൻ അക്കൗണ്ടിൽ പൈസ ഇട്ടേക്കുക, നശിച്ചവനാ. അതായത് നമ്മൾ സൃഷ്ടിച്ച പ്രൊഫൈലിൽ നിന്ന് നമ്മൾ താഴേക്ക് പോയാൽ നമ്മളെ നശിച്ചവനായി കണ്ട് നമ്മളെ അപമാനിക്കാൻ സമൂഹം നിൽക്കുമ്പോൾ നമ്മൾ ഇവന്റെ മുമ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഇതിന് മൂടിലുള്ളത് കാണിക്കാൻ ശ്രമിക്കും. അതാണ് ഷോ മേഖലയിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു കുഴപ്പം. അതേസമയം ഞാൻ ഇപ്പൊ തിരിച്ചു വരുന്നെന്ന് വെച്ചോ, ഞാനൊരു ഓടിട്ട് വീട്ടിൽ താമസിച്ചാൽ എനിക്കെന്താ പ്രശ്നം? എനിക്ക് ആരെയും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. എൻ്റെ ബെൻസും എൻ്റെ മറ്റു വണ്ടികളും എല്ലാം വിറ്റിട്ട് ഒരു സാധാരണ വണ്ടി നടന്നാൽ എനിക്ക് ഒരാളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു നേതാവ് എന്ന് പറയുന്ന ഒരു അംഗീകാരം കിട്ടും. അപ്പൊ ഇതെല്ലാം വിറ്റ് സാധാരണക്കാരിൽ ഒരാളെ പോലെ തന്നെ നടക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് താഴേക്ക് വന്നത്. മേളിലേക്ക് പോകാൻ കാണിക്കാൻ പറ്റില്ലെന്നേ. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരു വാഹനമായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഞാൻ എങ്ങനെ മേടിക്കും? ഇനി ഒരു രാഷ്ട്രീയത്തിൽ കാണാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് ഇതെല്ലാം ഉപേക്ഷിച്ച് ഏറ്റവും സാധാരണക്കാരനായിട്ട് അവർക്കിടയിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന, ഞാൻ പറഞ്ഞത് പ്രാക്ടിക്കലി അത് വിൽക്കണ്ടേ. ഞാൻ പറഞ്ഞത് നമുക്ക് ഇതും കൊണ്ടൊരുത്തന്റെ മുന്നിൽ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ ചെന്നിറങ്ങിയിട്ട് അവന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന ലക്ഷറി ആഡംബര വാഹനങ്ങൾ വരാതെ അത് കൊടുത്തിട്ട് കിട്ടുന്ന പൈസ ബാക്കി എന്റെ കയ്യിൽ വെച്ചിട്ട് അതിനെക്കാട്ടും ചെറിയൊരു വാഹനം ഞാൻ എടുത്താൽ സ്വാഭാവികമായിട്ടും ആ പൈസ എന്റെ ജീവിതത്തിൽ എനിക്ക് വേറൊരുത്തിനെ ഒന്നും മേടിക്കാതെ ജീവിക്കാൻ, തിന്ന് കുടിച്ച് ജീവിക്കാൻ എനിക്ക് ഉപകരിക്കപ്പെടുമല്ലോ എന്ന് ഞാൻ പറയായിരുന്നു. ഇപ്പൊ ഒരു സ്ഥാനം കിട്ടുന്നതിന് മുന്നേ ആയാലും ജനങ്ങളെ ഒരുപാട് സഹായിച്ച വ്യക്തിയാണ്. ഈ ഒരു പാർട്ടി ഇല്ലാണ്ട് തന്നെ എല്ലാ ജനങ്ങളുടെ ആവശ്യം. അപ്പോഴും ഒരുപാട് എന്താ പറയാ ഭീഷണി കോളുകള് എല്ലാം നേരിട്ടായിട്ട് വ്യക്തി. അത് കണ്ടറിഞ്ഞായിരിക്കും വൈഫ്. ഇപ്പൊ ചേച്ചി എന്താ പറഞ്ഞത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക? അവൾക്ക് രാഷ്ട്രീയം ഭയങ്കര താല്പര്യമാണ്. അവള് 2013 ഞാൻ പറഞ്ഞില്ല, അവളുടെ അമ്മ അന്നത്തെ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു തവണ ഒന്ന് കണ്ടു. 2 പ്രാവശ്യം ഞങ്ങൾ കണ്ടതിന് ശേഷം
ജസ്റ്റ് പരിചയപ്പെട്ടതിന് ശേഷം പിന്നെ എന്നെ കാണുന്നത് CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒരു സംഘർഷ വേദിയിൽ തല പൊട്ടി, ഞാൻ എൻ്റെ കൈ ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചോര. ഇപ്പം ഈ അടി കൊണ്ട് തല പൊട്ടി കൈമുട്ടയെ കൂടെ ചോര ഒഴുകുമ്പോഴും എനിക്ക് ടെൻഷനൊന്നുമില്ല. ഞാൻ ചിന്തിക്കുന്നറിയുമോ, രാഷ്ട്രീയത്തിൽ രക്ഷപ്പെടാൻ അടി കൊള്ളുന്നത് നല്ലതാണ്. എത്ര പൊട്ടിയെന്നോ എന്താണെന്നോ ഒന്നും അറിയാൻ പറ്റില്ല. തല ഇങ്ങനെ കൈ ഞാൻ വെച്ചിട്ടുണ്ട് തലയ്ക്കകത്ത്. പക്ഷെ ഉച്ച സമയത്ത് ഭയങ്കര ബ്ലഡ് ഇങ്ങനെ ഞാൻ നടന്നു പോകുന്ന വഴിയിൽ ഒഴുകിക്കൊണ്ടിരുന്ന ഈ മുഖത്തുനിന്നും കൈമുട്ടയെ കൂടെ ചോര ഒഴുകി നടന്നു വരുന്ന പോലീസുകാർ പിടിച്ചുകൊണ്ട് വരുന്ന എന്നെ വഴിയിൽ നിന്ന് കണ്ടവളാണ് ലക്ഷ്മി. അതുകൊണ്ട് അവൾക്ക് അത്രയൊന്നും പിന്നീട് അവള് കണ്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോഴൊന്നും ചോദിക്കാറൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ ഇറങ്ങണം, ഞാൻ വലിയ നേതാവാകണം എന്ന് എന്നെ ആദ്യം പരിചയപ്പെടുന്നത് എന്നെ നേതാവായിരുന്നു വിളിക്കുന്നത്. കല്യാണത്തിന് മുന്നേയൊക്കെ നേതാവായിരുന്നു മെസ്സേജ് അയച്ചാൽ. ഇപ്പൊ അഖിലേട്ടന്റെ പിള്ളേർക്ക് അറിയായിരിക്കും, അല്ലാതെ ഇപ്പത്തെ ഈ പിള്ളേർ ചെറിയ കുട്ടികളുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു 16, 17, 18, 19 ഉള്ള കുട്ടികൾക്ക് ഈ പൊളിറ്റിക്സ് എന്ന് കേൾക്കുമ്പോഴാണ് 3 പാർട്ടി ഉണ്ടെന്ന് അറിയാം, ഇതിൽ എന്താണ് നടക്കുന്നത്, അപ്പൊ യഥാർത്ഥ പൊളിറ്റിക്സ് എന്താണെന്ന് പലർക്കും അറിയത്തില്ല. ഇപ്പൊ 18 വയസ്സ് ആകുമ്പത്തിന് വോട്ടർ പട്ടികയിൽ വന്നു, അപ്പൊ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന കുറെ പേരുണ്ടാവും അല്ലെ ഈ ഇലക്ഷനിൽ വരുമ്പോ. അപ്പൊ ആക്ച്വലി എന്താണ് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്? നമ്മളിപ്പോ പഠിക്കുന്നുണ്ട് ഒരുപാട് ചാപ്റ്റേഴ്സ്, പക്ഷെ അതിലൊന്നും മനസ്സിലായിട്ട് എന്താണ് യഥാർത്ഥ ഈ പൊളിറ്റിക്കൽ കൊണ്ട് ആ ഒരു വേർഡ് കൊണ്ട് മെയിൻ ആയിട്ട് പൊളിറ്റിക്കൽ ലീഡേഴ്സ് സൃഷ്ടിച്ചു വെച്ച ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റിയാണ് ഈ പുതിയ തലമുറ ഇവരിൽ നിന്ന് ഇത്ര അകറ്റി നിർത്തുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ സിനിമ കാണാൻ തുടങ്ങിയത്? നമുക്ക് എന്തുകൊണ്ടാണ് സിനിമ ഇഷ്ടപ്പെട്ടത്? അവിടെ മോഹൻലാൽ ഉണ്ടായിരുന്നു, അവിടെ മമ്മൂട്ടി ഉണ്ടായിരുന്നു. അവരുടെ സിനിമകൾ നമ്മളെ ഭയങ്കരമായി സന്തോഷിപ്പിച്ചു. അപ്പൊ നമ്മൾ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചു. അവർക്ക് സമൂഹത്തിൽ കിട്ടുന്ന ഒരു പ്രിവിലേജ് കണ്ടപ്പോ, സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരുത്തിന് കിട്ടുന്ന അംഗീകാരം കണ്ടപ്പോ, എനിക്കും ഒരു സിനിമാക്കാരനായി മാറണം, എനിക്കൊരു നടനാവണം, എനിക്കൊരു സംവിധായകനാകണം, എനിക്ക് സിനിമയുടെ ഏതെങ്കിലും മൂലയിൽ പ്രവർത്തിക്കണമെന്ന് ഒരു കടുത്ത ആഗ്രഹം അന്നത്തെ ഒരു കാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരർ ഇവരായി മാറി. ക്രിക്കറ്റ് നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങിയത് ഒരു കാലത്ത്, ഇപ്പം പഴയ തലമുറയ്ക്ക് കപിൽ ദേവ് ഉണ്ടായതുകൊണ്ടാണ്, അതിനുശേഷം സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ടായതുകൊണ്ടാണ്. പണ്ട് ജർമ്മനി 2ാം ലോക മഹായുദ്ധത്തിൽ തകർന്നില്ലാതായി പോയി കഴിഞ്ഞപ്പോ ജർമ്മനിയെ പിടിച്ചുയർത്തിയത് ഫുട്ബോളാണ്. അവരുടെ ആ ഫുട്ബോൾ ലോകകപ്പിലാണ് 1954 അവർ ജയിച്ചത്. 46 വർഷവും മേലെ തെറ്റിക്കാൻ ക്ഷമിക്കണം. അപ്പൊ ഈ ഫുട്ബോൾ ലോകകപ്പിന്റെ ജയമാണ് ലോകമഹായുദ്ധത്തോടെ തകർന്ന ഒരു രാജ്യത്തെ പിടിച്ചുയർത്തുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് സക്സസ് നമ്മളെ ആകർഷിപ്പിക്കും. ഇപ്പൊ ഇവിടുത്തെ പുതിയ തലമുറ വേടനാൽ ആകർഷിക്കപ്പെടുന്നുണ്ട്, ഡബ്സിയാൽ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം പഴയ നമ്മുടെ നന്ദഗോപൻ ഭജൻസ് പോലുള്ള ടിപ്പിക്കൽ പരമ്പരാഗത സംഗീതത്തെയും ഭജൻസിനെയും ആകർഷിക്കുന്നുണ്ട്. ഇതൊക്കെ ആകർഷിക്കാൻ കാരണം ചില വ്യക്തികൾ കൊണ്ടുവന്ന ഇമ്പാക്റ്റുകളാണ്. റാപ്പ് പുതിയ തലമുറ ആസ്വദിച്ചത് പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെട്ട സംഗീതവുമായി വേടം വന്നപ്പോഴാണ്, പിന്നീട് ഹനുമാൻ കൈൻഡ് വന്നപ്പോഴാണ്. അത് രണ്ടുപേരും വന്നതുകൊണ്ടല്ലേ ഇഷ്ടപ്പെട്ടത്. രാഷ്ട്രീയത്തിലും അതേ കണക്ക് ജനങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന ഇയാളെ കണക്കൊരു രാഷ്ട്രീയ നേതാവായി എനിക്ക് മാറണം, എൻ്റെ മകനും ഒരു MLA ആകണം, അല്ലെങ്കിൽ എൻ്റെ മക്കൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കണം എന്ന് കേരളത്തിലെ ഒരു രക്ഷകർത്താക്കളും ചിന്തിക്കത്തില്ല. ഡോക്ടറാക്കാനും എഞ്ചിനീയർ ആക്കാനും വക്കീലാക്കാനും എല്ലാത്തിനും നടക്കുന്ന നമ്മുടെ രക്ഷകർത്താക്കൾ ഒരാളെങ്കിലും ചിന്തിക്കുവോ എൻ്റെ മോനെ പഠിപ്പിച്ച് വലുതാക്കി ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവൊക്കെ ആയിരുന്നു? അവരങ്ങനെ ചിന്തിക്കത്തില്ല. അവരങ്ങനെ ചിന്തിക്കാത്തതിന്റെ കാരണം രാഷ്ട്രീയം മലീമസമാണെന്നും രാഷ്ട്രീയ നേതാക്കന്മാർ കള്ളന്മാരാണെന്നുള്ള ഒരു പൊതുചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടായത് കൊണ്ടാണ്. അത് മാറ്റിയെടുക്കണമെങ്കിൽ നേതാക്കന്മാരും രാഷ്ട്രീയത്തെ നയിക്കുന്നവരും കൂടുതൽ ഇമ്പാക്ട് ജനത്തിന് കൊടുത്താൽ മതി. ഇപ്പം ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ട് എനിക്കതാകണമെന്ന് ചിന്തിക്കുന്നിടത്താണ് ആ മേഖലയിലേക്കുള്ള അവന്റെ പോക്ക്. പണ്ട് അങ്ങനെ കുറെ നേതാക്കന്മാരെ കണ്ടാണ് ഇന്ന് കുറെ നേതാക്കന്മാരുണ്ടായത്. പക്ഷെ ഇന്നത്തെ നേതാക്കന്മാരെ കണ്ടിട്ട് ആർക്കും തന്നെ അങ്ങോട്ട് വരാനേ തോന്നുന്നില്ല. ഇതൊക്കെ തൊഴുമ്പ് എന്തൊരു വൃത്തിയാണ് ഇവനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് പുതിയ തലമുറ ഇതിൽ നിന്ന് മാറിപ്പോവാണ്. ഇവരിതിൽ നിന്ന് മാറിപ്പോകുമ്പോൾ വരുന്നൊരു അപകടം, പരമ്പരാഗതമായി ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യും, അവർ ജയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ഒരു മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പുതിയൊരു തലമുറ യുവാക്കളും വിചാരിക്കണം. അതിനുവേണ്ടിയാണ് എല്ലാരും പറയുന്നുണ്ട് എനിക്ക് ഭരിക്കട്ടെ, അവരുടെ ആശയങ്ങളും ഒക്കെ വന്നാലാണ് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. ഇപ്പത്തെ പിള്ളേരുടെ ഇടയിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് നമ്മൾ പറയില്ലേ, അതൊരു കൺസേൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഇപ്പൊ ഞാനും ആയാലും ഓക്കെ ഇങ്ങനെ നടക്കുന്നോണ്ടാവും നമ്മൾ പല ദിവസം പല വാർത്തകളും പല പാർട്ടിനെ പറ്റിയാണല്ലോ കേൾക്കുന്നത്. അപ്പൊ നമ്മളെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ പാർട്ടി നമുക്കുള്ളതല്ല, ഓക്കെ പാർട്ടി ആരെങ്കിലും ഭരിച്ചോട്ടെ നമുക്ക് ജീവിക്കാം, അങ്ങനെ ഒരു കൺസേണിലേക്കാണ് ഇപ്പൊ എല്ലാരും പോയേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കാം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കുറഞ്ഞതായിട്ട് അഖിലേട്ടന് തോന്നിയിട്ടുണ്ടോ? നമ്മളിലേക്ക് ചുരുങ്ങിയല്ലോ. ഒരു കാലത്ത് കൂട്ടുകുടുംബമായിരുന്നു, ആ കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബമായി മാറി, ഇപ്പൊ അണുവായി മാറി.
അപ്പൊ ഇവനെ സംബന്ധിച്ച് ഇവന്റെ കാര്യം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഒരു മൊബൈൽ ഫോണിനുള്ളിലേക്ക് ഒരു ചുരുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ കോണ്ടന്റുകളുടെ പിന്നാലെയാണ് ഇവരെല്ലാം ഓടുന്നത്. ഈ കോണ്ടന്റുകൾ ആരുടെ ജീവിതം വെച്ചിട്ടായാലും ഇവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല. അപ്പൊ ഇങ്ങനൊരു സമൂഹത്തിന്റെ ഇടയിൽ ഇവൻ എവിടെയാണ് ഒരു രാഷ്ട്രീയക്കാരനെ ആവശ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഇവനൊരു പ്രശ്നം വരുമ്പോഴായിരിക്കും ആവശ്യം വരുന്നത്. നമ്മൾ പുറത്ത് സഞ്ചരിക്കുമ്പോഴോ മറ്റോ വെച്ചിട്ടോ എവിടെയോ വെച്ചിട്ടോ നമുക്കൊരാപത്ത് പറ്റി ആരെന്നെ സഹായിക്കും എന്ന് അറിയാൻ വയ്യാതെ നിൽക്കുമ്പോൾ ഒരാളെ വിളിക്കുമ്പോൾ പറയാം, എൻ്റെ ഒരു ചേട്ടനുണ്ട്, പുള്ളി യൂത്ത് കോൺഗ്രസിന്റെ ഇന്ന ആളാണ്, അല്ലെങ്കിൽ യുവമോർച്ചയുടെ ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഇന്ന ആളാണ്, ഞാൻ പുള്ളിയോടൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോഴാണ് ഇവൻ അറിയുന്നത്, ഓ ഇനി ഇവരോട് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും അല്ലേ. അപ്പൊ അവർ ഇവനെ സഹായിക്കുകയും നടത്തി കൊടുക്കുകയും ചെയ്യുമ്പോൾ അപ്പോഴാണ് ഇവൻ തിരിച്ചറിയുന്നത് ഇവരുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നടക്കുമെന്ന് അറിയുന്നത്. അപ്പൊ ഇവൻ ഓട്ടോമാറ്റിക്കലി ഇവരുമായി കണക്ട് ആവും. അതല്ലാതെ അവനവനിലേക്ക് മാത്രം ചുരുങ്ങി അടുത്ത് കരയുന്നവൻ എനിക്കൊരു മാറ്ററല്ല. അപ്പുറത്തൊരുത്തൻ മറ്റേ പട്ടിണി കിടന്ന് ചത്താലും എനിക്ക് ബർഗറും കഴിച്ച് പിസയും കഴിച്ച് ഇവിടെ ജീവിക്കണം, നീ എൻ്റെ ഇതൊന്നും എനിക്കൊരു വിഷയമല്ല എന്ന് ചിന്തിക്കുന്നവന് അവനൊരു പ്രശ്നം വരുമ്പോൾ മാത്രമേ ഈ പറയുന്ന ചിന്തകൾ വന്നു തുടങ്ങത്തുള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഓരോ അപകടവും ഏതു നിമിഷവും നമുക്കും വരാം. ഇത് തടയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ചിലപ്പോൾ നമ്മൾ ശബ്ദം ഉയർത്തിയാൽ മതി. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു ഓടയുടെ സ്ലാബ് ഇളവി കിടക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഫോട്ടോ എടുക്കും. PWD ഉദ്യോഗസ്ഥന്മാരെയും പൊതുമരാമത്ത് മന്ത്രിയും 4 തെറിയും വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ രാത്രിയിട്ടെന്നൊക്കെ ചെയ്യും. കണ്ടന്റ് സോഷ്യൽ മീഡിയ അടി ഫുള്ള് കമന്റ്, ആളിയൻ സൂപ്പറാണ്, ഇതൊന്നും ആലോചിക്കാനില്ല, ഭയങ്കര ഇമ്പാക്റ്റ് ആണ്, യൂട്യൂബിൽ നിന്ന് കത്തിച്ചു വിടുന്നത്, മാടയാ കോടയാന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ മൊത്തം കമന്റ് ഇടും. പിറ്റേന്ന് രാവിലെ ഇതേ യൂട്യൂബർ വാർത്ത കേൾക്കുന്നു, ഇവന്റെ അച്ഛൻ ബൈക്കിൽ പോയി ഈ ഓടയുടെ ഇളവി കിടന്ന സ്ലാബിൽ വീണ് മരിച്ചു. ഇവൻ PWD എഞ്ചിനീയറെ തെറി വിളിച്ചതിൽ വല്ല ഫലമുണ്ടോ? ഇവൻ സർക്കാരിനെ തെറി വിളിച്ചതിൽ വല്ല ഫലമുണ്ടോ? ഇവൻ ഇതൊന്നും തള്ളി നീക്കി കയറ്റിയിട്ടാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ആ അപകടം ഉണ്ടാവാത്തൊരു സാഹചര്യം രണ്ടുപേരെയും കൂടെ വിളിച്ചിട്ട് ഇവനത് ചെയ്താൽ മതിയായിരുന്നു. അപ്പം നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കത്തില്ല എന്ന് കരുതിയിട്ട് കണ്ടന്റ് ആക്കി ആഘോഷിക്കുന്ന ഒരു തലമുറയ്ക്ക് ബാധിച്ചു തുടങ്ങുമ്പോഴാണ് ഇതിന്റെ അപകടം മനസ്സിലാകുന്നത്. ഇപ്പം പലരും എന്നോട് ചോദിക്കും, തൃക്കാക്കരയിൽ മത്സരിച്ച് MLA ആയാൽ എന്തോ ചെയ്യാൻ പറ്റും നാട്ടുകാരെ സഹായിക്കാതെ? ഒരു MLAക്ക് വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തരും MLAമാരായി മാറണം. നിങ്ങൾ ഓരോരുത്തരും ജനപ്രതിനിധികളായി ചിന്തിച്ചു തുടങ്ങണം. അവിടെ നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ പറയാൻ ഉള്ള ഒരാളായിരിക്കണം ആ MLA എന്ന് പറയുന്നത്. നമ്മളൊരു 10 പേർക്ക് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചിലപ്പോൾ ഒരു ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ 10 പേര് യൂട്യൂബിൽ നിന്ന് സംസാരിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ കാര്യങ്ങൾ നിയമസഭയ്ക്കുള്ളിൽ ഒരു ചർച്ചയിൽ സംസാരിച്ചാൽ കിട്ടും. നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഒരു MLA മുഖ്യമന്ത്രിയോട് പോയി പറഞ്ഞാൽ അതിന് ഇമ്പാക്റ്റ് വർദ്ധിക്കും. അപ്പൊ അതിന് ശേഷിയുള്ള ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തരാൻ അയാൾ തയ്യാറായി കഴിഞ്ഞാൽ ഈ പറയുന്ന മാറ്റങ്ങൾ വരും. അപ്പൊ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മുടെ എല്ലാവരുടെയും ഒരു താല്പര്യമായിട്ട് മാറും. അല്ലാതെ എനിക്കെന്താ വേണം അയാൾ നമുക്ക് ഇതൊന്നും അറിയില്ല, ഞാൻ വോട്ടും ചെയ്യുന്നില്ല, ഞാനൊരു പുല്ലും ചെയ്യുന്നില്ല, നമുക്ക് ഇവന്മാർ ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂരിഭാഗം നടക്കുകയാണ്. അപ്പൊ അങ്ങനെ വന്നാൽ ഒരു മാറ്റം പോലും കൊണ്ടുവരാൻ പറ്റത്തില്ല. ഈ രാജ്യത്ത് ഏറ്റവും അധികാരമുള്ള വ്യക്തി ഒരു സ്വതന്ത്ര പൗരനാണ്. കാര്യം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല, ഇന്ത്യൻ പ്രസിഡന്റിന് സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല, ഒരു ഉദ്യോഗസ്ഥന് സ്വതന്ത്ര അഭിപ്രായം പറയാൻ പറ്റത്തില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിനും സ്വതന്ത്ര അഭിപ്രായം പറയാൻ പറ്റത്തില്ല. ഇവരെല്ലാം പലവിധ ചങ്ങലകളാൽ പലവിധ ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. അഭിപ്രായമുള്ളവൻ, ഏറ്റവും സ്വാതന്ത്ര്യമുള്ളവൻ ഈ രാജ്യത്തെ ഒരു സ്വതന്ത്ര പൗരനാണ്. ഈ സ്വതന്ത്ര പൗരന്റെ ഏറ്റവും വലിയ അധികാരം എന്ന് പറയുന്നത് അവന്റെ ചൂണ്ടുവിരലിൽ ഇരിക്കുകയാണ്. ഇത് ചൂണ്ടുവിരൽ കൃത്യമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ചിന്ത പ്രോപ്പർ ആവണം. ഇവൻ അടിമയായി മാറിക്കഴിഞ്ഞാൽ ഇവന്റെ ചിന്ത പ്രോപ്പർ ആവത്തില്ല. ഞാൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാണ് ഞാൻ വർഷങ്ങളായിട്ട് വോട്ട് ചെയ്യുന്നത്, ഞാൻ അതിന് തന്നെ ഞാൻ വോട്ട് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് ആ അഹങ്കാരമാണ് ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ചില മണ്ഡലത്തിൽ ഞങ്ങളങ്ങ് ജയിക്കുമെന്ന് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നത്. അത് ജനത്തെ എത്രത്തോളം പുച്ഛിക്കുന്നതിന് തുല്യമാണെന്ന് ആലോചിച്ചു നോക്കും. ജനത്തെ എത്രത്തോളം അടിമയായി കാണുന്നതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ അടിമയായതുകൊണ്ടല്ലേ ഞങ്ങൾ കുറ്റിച്ചൂലിനെ നിർത്തിയാലും നിങ്ങൾ അതിന് വോട്ട് ചെയ്യുന്നത്. അല്ല, ആ പാരമ്പര്യം ഇല്ലേ? ആക്ച്വലി ഇപ്പൊ നമ്മളെ ആൾക്കാരോടൊക്കെ സംസാരിച്ചു, നമ്മൾ ഫാമിലി പരമായ LDF ആണ്, അല്ലെങ്കിൽ UDF ആണ്, അല്ലെങ്കിൽ BJP, ഞങ്ങൾ അതിന് മാത്രം ആരാണോ മത്സരിക്കുന്നത് അതറിയാതെ ഫാമിലി പരമായി ഇങ്ങനെ പോകുന്ന കുറേ വോട്ടുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെ ഇനി മാറ്റാൻ പറ്റുന്നേ? അത് ഞാൻ പറഞ്ഞില്ലേ, പരമ്പരാഗതമായിട്ട് ആശയത്തോട് അടിമപ്പെട്ട് കിടക്കുന്ന ഒരു ജനത നമുക്കിടയിലുണ്ട്. പക്ഷെ ഇവരൊക്കെ മനസ്സിലാക്കണം, ആശയങ്ങൾ ഒന്നും ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരാശയവുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ കണ്ടാൽ നിങ്ങൾ അവരോട് ആദ്യം ചോദിക്കേണ്ടത് ഏത് കമ്മ്യൂണിസ്റ്റ് ആശയമാണ് കേരളത്തിൽ ഈ പാർട്ടി നടപ്പിലാക്കി? അവർക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല. കാര്യം ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം അവർക്ക്